ഞാൻ പറഞ്ഞു വന്നത്, അനർഹത കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ, തകർന്ന വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി നഗരപ്രദക്ഷിണം നടത്തുമ്പോൾ, ഓരോ എഴുത്തുകാരനും പോക്കറ്റിൽ സ്വന്തം നിരൂപകനെ കൊണ്ടു നടക്കുമ്പോൾ, അതെ, പട്ടിയെ വീടിന് മുന്നിൽ കെട്ടും പോലെ സാഹിത്യകാരൻ വളർത്തുകയാണ് തൻ്റെ പ്രതിരോധ ശക്തിയായി നിരൂപകനെ. യഥാർത്ഥ സർഗശക്തി പിന്നരങ്ങിലെ ഇരുളിൽ മൂടിക്കിടക്കുകയാണ്. മതിലുകൾ ഭേദിച്ച് പുതിയ എഴുത്തുകാർ ഞാനടക്കമുള്ള കടൽക്കിഴവന്മാരെ കടപുഴക്കി എറിയേണ്ട കാലമായിരിക്കുന്നു. ഏതാണ്ട് 1 വർഷം മുമ്പ് ഒരാളിൻ്റെ എഴുതി പൂർത്തിയാക്കിയിട്ടില്ലാത്ത ആദ്യ നോവലിൻ്റെ കുറേ അധ്യായങ്ങൾ ഞാൻ വായിക്കാനിടയായി. എന്നെ അത്ഭുതപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കളഞ്ഞു ആ എഴുത്തുകാരൻ്റെ ഭാഷാബോധവും പ്രമേയ നിലയും. നിർഭാഗ്യമാണ് അയാളത് പൂർത്തിയാക്കാത്തത്. ഇവിടെ ഈ സദസ്സിലിരിപ്പുണ്ട് ആ ചെറുപ്പക്കാരൻ. ബാലചന്ദ്രൻ, ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. സ്ഥിരം കാണാറുണ്ട്. ബാലചന്ദ്രൻ ഇരിക്കൂ. പൂർത്തിയാക്കാത്ത ആ നോവലിൻ്റെ പ്രമേയത്തിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആ നോവലിൻ്റെ പ്രവിയോടെ തിരുത്തപ്പെടാൻ പോകുന്നത് മലയാള നോവലിൻ്റെ ജാതകമാവും. പുതിയ എഴുത്തുകാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ ഭാവങ്ങളും തരുന്നു. എന്താ ബാലചന്ദ്രൻ അത് എഴുതി പൂർത്തിയാക്കാത്തത്? ഞാൻ വെറുതെ നിന്നെ പുകഴ്ത്തി പറഞ്ഞതല്ല. ഒരു ഗന്ധം വായിച്ചപ്പോൾ എൻ്റെ ജീവിതം മറ്റൊന്നായി എന്നർത്ഥം വരുന്നൊരു വാക്യം ഓർഹാൻ പ്രമുഖിൻ്റെ ഒരു നോവലിൽ കണ്ടിരുന്നു. ഏതിലൊന്നും ഓർമ്മയില്ല. നിന്റെ പകുതി നോവൽ വായിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് ആ അവസ്ഥയിലായി. പാമുക്കിന്റെ ദി ന്യൂ ലൈഫ് എന്ന നോവലിന്റെ തുടക്കവാക്യമാണ് സാർ അത്. ഐ റെഡ് എ ബുക്ക് വൺ ഡേ ആൻഡ് മൈ ഹോൾ ലൈഫ് വാസ് ചേഞ്ച്ഡ്. അതെ, അത് തന്നെ. നമ്മുടെ എഴുത്തുകാർ പാമുക്കിനെ വായിക്കണം. മെറ്റാഫിക്ഷന്റെ സാധ്യതകൾ ഇത്രയേറെ പരീക്ഷിച്ചിട്ടുള്ള മറ്റൊരു പോസ്റ്റ് മോഡേൺ റൈറ്റർ ഇല്ല. ശരിയാണ് സാർ. നിരൂപകരൊക്കെ കാൽവിനോ, എക്കോ, കുന്തേര എന്നൊക്കെ ഉരുവിടും. പാമുക്കിനെ ആരും തൊടില്ല. പിന്നെ രചനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു പിശക് പറ്റിയോന്ന്. പാമുക്കിന്റെ വൈറ്റ് കാസറ്റിലല്ല, ദ ബ്ലാക്ക് ബുക്കിലാണ്. നല്ലൊരു വാക്യമാണ്, ഓർക്കാമോ? After all, nothing can be as astounding as life except for writing. Yes, except for writing. Yes, of course, except for writing. The sole consolation. കോഴിക്കോട് വരുമ്പോൾ വിളിക്കാൻ മറക്കരുത്. സംസാരിക്കാം കുറേ നേരം. ശരി, വരട്ടെ ശിവദാസൻ. ശരി സാർ. ഡിന്നറിന് ചിലർ വെയിറ്റ് ചെയ്യുന്നു. ബാലേന്ദ്രൻ, ഞാൻ ശിവദാസൻ, ഒരു ലിറ്റിൽ പ്രസാധകനാണ്. കിളിപ്പാട്ട് ബുക്സ്, കോഴിക്കോട്. 89-ലാണ് കിളിപ്പാട്ട് ബുക്സിന്റെ ആദ്യ പുസ്തകം, മയക്കോവ്സ്കിയുടെ കവിതകൾ. ശരിയല്ലേ? 93-ലും 96-ലും രണ്ടാമത്തെയും മൂന്നാമത്തെയും പുസ്തകങ്ങൾ. അതിനിടയിൽ ഫ്രീഡം ഓർ ഡെത്തിന്റെ പരിഭാഷ അനൗൺസ് ചെയ്തിരുന്നു. അത് പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് ഓർമ്മ. ഇറങ്ങിയിട്ടില്ല. വായിച്ച പുസ്തകങ്ങളിലെ വരികൾ മാത്രമല്ല, കിളിപ്പാട്ട് പോലൊരു പാവപ്പെട്ട പുസ്തക പ്രസാധക സംഘത്തിന്റെ ചരിത്രവും മനഃപ്പാഠമാക്കിയിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ പിരിച്ചുവിടണം. എന്തിനാ ഇങ്ങനൊരു നോക്കുകുത്തി? ഹിസ്ബുൽ ഗറിലകളാണെന്നും പറഞ്ഞ് ലെബനിലെ പാവ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുമ്പോ ഈ കോഫി അന്നൻ എവിടെ പോയി കിടക്കാൻ? ജൂതന്മാരുടെ കാശാണ് പോയി അമേരിക്കൻ ഭരണകൂടത്തെ താങ്ങി നിർത്തണേ. പിന്നെ ഈ UNOയും അന്നനും എല്ലാം ലോക പോലീസുകാരൻ ബുഷിന്റെ അടിമകളല്ലേ? ബുഷിനെ റെഡിയാക്കണമെങ്കിൽ പറ, അവന്റെ അമ്മയുടെ പോലീസൊക്കെ ഞാൻ തെറിപ്പിക്കും. വേണമെങ്കിൽ പറ, എനിക്ക് അവനോട് പണ്ടേ കലിപ്പ. 47-ൽ ഐക്യരാഷ്ട്രസഭയെ കൊണ്ട് പലസ്തീനെ വെട്ടുമുറിപ്പിച്ചതും വംശീയ യുദ്ധത്തിന് തുടക്കമിടിച്ചതും അമേരിക്കയല്ലേ?
വൈറ്റ് ഹൗസിലും വെക്കണം ബോംബ്. നിങ്ങൾ ആരും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ മാത്രം മതി. പക്ഷേ വെക്കാനുള്ള സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ സംഘടിപ്പിച്ചു തരണം. സംഘടിപ്പിച്ചിട്ട് വിളിച്ചാൽ ലേഡി വാട്ടർ എങ്ങനെയുണ്ട്? പോരാന്നാ കേട്ടത്. ഇന്ന് തന്നെ കോഴിക്കോട്ടേക്ക് മടങ്ങുന്നോ? ബസ്സിലൊക്കെ ഭയങ്കര റഷാ, ശബരിമല സീസൺ അല്ലേ. ശബരിമലയിലെ പ്രശ്നങ്ങള് എനിക്കും പറയാനുണ്ട്. ഈ തന്ത്രിയുടെ തന്ത്രി ഒരു സംഭവമാണ് ട്ടാ. ചിലപ്പോ ഒന്ന് അങ്ങോട്ട് മാറിന്നേ, ചുമ്മാ വെള്ളം അടിച്ചോണ്ട് മനുഷ്യനെ ചിരിക്കാൻ. എടാ, ഈ വെള്ളം സർക്കാർ സപ്ലൈയുടെ അല്ലേ? സമ്പൂർണ്ണ മദ്യനിരോധനം കൊണ്ടുവരാൻ പറടാ. മദ്യനിരോധനം, തന്ത്രി, സൗകര്യങ്ങളോ കുറവാണ്. സ്കൂട്ടിലെ എന്റെ മുറി കൂടാ. എന്ത് സൗകര്യം, ഞാൻ റെഡി. ഇടത്തോട്ട് തിരിഞ്ഞ രണ്ടാമത്തെ മുറിയാ. എന്റെ ദൈവമേ, സിംഗിളാ കാത്തോണേ. എന്താ ബാബു ഒരു സ്പെഷ്യൽ പ്രാർത്ഥന? ഒറ്റയ്ക്ക് രാത്രിയിൽ ആര് വന്ന് മുറിയെടുത്താലും ഇതുപോലെ ഒരു പ്രാർത്ഥന ദൈവത്തിന് SMS അയക്കും. ഈ സീലിംഗ് ഫാനിലോട്ട് നോക്കി മലർന്ന് കിടക്കുമ്പോ വേണ്ടാത്തത് തോന്നും ചിലർക്ക്. സാറിന് ഗസ്റ്റ് ഉണ്ടോ? പതിവില്ലാത്ത കാര്യമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ശിവദാസൻ, ഇത് ബാബു. ഇവിടുത്തെ മാനേജരും ബോയും ഒക്കെ ഇദ്ദേഹം തന്നെയാ. കോയമ്പത്തൂർ ഒരു മുതലാളി ഉണ്ടെന്ന് പറയുന്നത് വെറും സങ്കല്പമാണ്. മാധവേട്ടൻ ഉറങ്ങിയില്ലേ? ഇല്ല, വീട്ടിൽ നിന്ന് വിളിച്ചില്ല, അതും കാത്തിരിക്കുക. ബാലേന്ദ്രൻ ഇന്ന് അല്പം വൈകിയല്ലോ. ഇത്രയും പുസ്തകങ്ങൾ കിളിപ്പാട്ട് ബുക്സിന്റെ കോഴിക്കോട് ഷോറൂമിലുണ്ടാവില്ല. ഇതേയുള്ള സമ്പാദ്യം. പണം കൊടുത്ത് പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് എങ്ങനെ കൊണ്ടു നടക്കുന്ന ഈ ഏർപ്പാട്? മുങ്ങി തുടങ്ങിയ കപ്പല ഞാനും എൻ്റെ ഭാര്യയും. ലളിത, അതാ കക്ഷിയുടെ പേര്. ഞങ്ങളെ മനോരോഗികളായിട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞു സമൂഹം. പുസ്തകങ്ങളെ പ്രണയിച്ചവരായിരുന്നു ഞങ്ങൾ രണ്ടും. അതൊരു പോയിന്റിൽ പരസ്പര സ്നേഹമായി വളർന്നു. ക്രിയേറ്റീവായി ചെയ്യാൻ പല സ്വപ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടക്കില്ലെന്നായപ്പോൾ സുഹൃത്തുക്കളുടെ ജൈവിളികൾക്ക് നടുവിൽ രജിസ്റ്റർ വിവാഹം. അവൾ എന്നെ പോലെയല്ല, അല്പം കൂടി പ്രാക്ടിക്കല. വീട്ടിൽ നിന്ന് ചാടുമ്പോൾ കൈ കിട്ടിയ പൊന്നെല്ലാം കൂടി വാരി ബാഗിലിട്ടിരുന്നു. അത് വിറ്റിട്ടാണ് സഖാവ് മയക്കോവ്സ്കിയുടെ പ്രണയ കവിതകൾ ഇറക്കിയത്. പിന്നെ ജിബ്രാൻ, നെരൂദ, പൊന്നങ്ങനെ യോഗ്യന്മാരെല്ലാവരും കൂടെ വീതിച്ചെടുത്തു. ഷെൽവിയുടെ വിധിയിലേക്ക് അധികം ദൂരത്തല്ലാത്ത ഒരിടത്ത് ഞാനും അവളും ഉണ്ട്. വരും നല്ല നാളുകൾ. കിളിപ്പാട്ട് പ്രചാരത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഇറക്കും വരും കാലത്ത്. പോസിറ്റീവായ എന്തോ ഒന്ന് ഇപ്പം മനസ്സിൽ തോന്നുന്നുണ്ട്. CPയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ. ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണോ കൊച്ചിയിൽ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPയെ ഞാൻ പിന്തുടരുന്നുണ്ട്. ഏതെങ്കിലും ഒരു പഴയ വർക്കിൻ്റെ റീപ്രിന്റ് കിട്ടുമെന്നറിയാം. നേരിൽ കാണുമ്പോൾ ഒരപകർഷത. ബാലേന്ദ്രൻ, വിളിച്ചുണർത്താതിരിക്കാൻ കഴിയില്ലിഷ്ട. ആ കൈങ്ങടുത. കറുത്ത ഹാസ്യത്തിന്റെ ഇതിഹാസമാണിത്. വായനയുടെ ലോകത്ത് സ്ഫോടനം സൃഷ്ടിക്കൂ. ഇത് പൂർത്തിയാക്കണം ബാലേന്ദ്രൻ. നമ്മുടെ കാലത്തിന്റെ ആവശ്യമാണത്. CP വാക്കുകൾ പിശുക്കിയെന്നേ ഞാൻ പറയൂ. പുകഴ്ത്തലുകൾ ഒട്ടും കൂടുതലാവില്ല ഈ വർക്കിന്. അത് അർഹിക്കുന്നുണ്ട് ഈ അറ്റംപ്റ്റ്. ഒരാഗ്രഹം, അത്യാഗ്രഹം പറഞ്ഞോട്ടെ. കിളിപ്പാട്ടിന് കിട്ടുമോ ഇത്?
കിട്ടിയാൽ ഇത്രയും കാലത്തെ എൻ്റെ ശ്രമങ്ങൾക്ക് ജീവിതത്തിന് തന്നെ ഒരു അർത്ഥം ഉണ്ടാവും. നീ ഉറക്കമായിരുന്നു? ഏയ് ഇല്ല, ഞാൻ എൻ്റെ ഭർത്താവ് ശിവദാസന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഓർത്ത് പുളകം കൊണ്ട് കിടക്കുകയായിരുന്നു. എൻ്റെ ശിവദാസ, നിനക്കെന്താ പ്രാന്തുണ്ടോ? എടി, ഞാൻ ആകെ എക്സൈറ്റഡ് ആണ്. ഇന്ന് ഇവിടെ വെച്ച് പരിചയപ്പെട്ട ബാലേന്ദ്രൻ എന്നൊരു സുഹൃത്തിൻ്റെ കൂടെയാണ് താമസം. അയാൾ എഴുതിയ ഒരു അൺഫിനിഷ്ഡ് നോവലിൻ്റെ പോർഷൻസ് ഞാൻ വായിച്ചു. ഗംഭീരം. ആയിക്കോട്ടെ, പക്ഷെ കിളിപ്പാട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് വാക്ക് കൊടുക്കല്ലേ. ഇനി ഒരു നഷ്ടക്കച്ചവടത്തിന് കിളിപ്പാട്ടിന് ബാല്യമില്ല. അയാളത് കിളിപ്പാട്ടിന് തരാമെന്ന് സമ്മതിച്ചാൽ മഹാഭാഗ്യം. ആ ഒരു പുസ്തകം കൊണ്ട് കിളിപ്പാട്ട് രക്ഷപ്പെടും. ശരി, നീ കിടന്നോ, നാളെ കാണാം. ഈ ചങ്ങാതിയുടെ കാര്യം. ഓ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പി സുശീലയും ചേർന്ന് ആലപിക്കുന്നു. വയലാർ വരികൾ എഴുതി ജി ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്നത്. എന്തിയാ മറ്റേ പുള്ളി? കണ്ടില്ല, പോയി കാണും. ഇതേതാ, മുമ്പ് കണ്ടിട്ടില്ല. ഒരു പബ്ലിഷറാ. അതെന്നതാ? എടാ, ഈ പുസ്തകങ്ങളൊക്കെ ഇറക്കുന്ന ആളാ. കാലത്തെ 100 ചോദ്യങ്ങൾ ചോദിക്കോ. ഓ, പുസ്തകം അടിക്കുന്ന ആളാണോ? ഞാൻ വിചാരിച്ച ഏതാണ്ട് തൊഴിലൊക്കെ ഉള്ള ആളായിരിക്കും. ഒത്താ ഒരു മൊബൈൽ സെറ്റ് പിടിപ്പിക്കാമെന്ന് കരുതിയോ? പുസ്തകമാണെങ്കിൽ ദരിദ്രവാസിയായിരിക്കും. സാറേ, തന്നെ വന്നു. ഇത് എവിടെ പോയി? രാവിലെ ആളിനെ കണ്ടില്ല. ആനന്ദ് മംഗളയ്ക്ക് വരുന്നെന്ന് പറഞ്ഞ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി. ആനന്ദിന്റെ പുസ്തകമാക്കാൻ പറ്റിയ ചില കുറിപ്പുകളുണ്ട്. എന്നിട്ട് സമ്മതിച്ചോ? അതിന് ആള് വരണ്ടേ? യാത്ര മാറ്റിക്കാണ്. ഉറക്കവും കളഞ്ഞ് അവിടെ വരെ പോയത് വെറുതെ. ഈ ടൈം പീസ് ഇവിടെ ഇരിക്കട്ടെ. കൈത്തണ്ടയിലെ ഇവിടുത്തെ ചുവരിലോ ഒന്നും സമയം കണ്ടില്ല. എഴുത്തുകൊണ്ട് കാലത്തിന് തടയിടുന്നവൻ എഴുത്തുകാരൻ എന്നാണ്. അപ്പോ മിനിമം ഒരു ടൈം പീസ് എങ്കിലും വേണ്ടേ? ആരാ ഇപ്പൊ ഇവിടെ എഴുത്തുകാരൻ? ഞാനോ? ഈ വർക്കൊന്ന് പുറത്തിറങ്ങട്ടെ. എന്താണ് തന്റെ അവതാര ലക്ഷ്യമെന്ന് മലയാളം അറിയാവുന്ന വായനക്കാർ പറയും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഈ വളക്കമ്പനിക്കാരന്റെ ഗുമസ്ത പണി വിട്ടിട്ട് കോഴിക്കോട്ടേക്ക് വന്നൂടെ? ഒരു ജോലി നമുക്ക് ഏതെങ്കിലും പത്രത്തിൽ ശരിയാക്കാം. ബഷീറിന്റെ MD ഒക്കെ കാര്യമെടുക്ക്. കോഴിക്കോട്ടേക്ക് വന്നതിന് ശേഷമാണ് നല്ല വർക്കുകൾ മുഴുവൻ ചെയ്തത്. വളക്കൂറുള്ള മണ്ണാത്. ഞാനിവിടെ വളത്തിന്റെ ചാക്കുകൾക്കിടയിൽ കിടന്നിട്ടും മുരടിക്കുന്ന ഒരു സസ്യമാണ് ശിവദാസ. ഇന്ന് യാത്രയുണ്ടോ? ഞാനിതാ ഇറങ്ങുക. ഇപ്പൊ പോയാ ഡേ എക്സ്പ്രസ് ഉണ്ട്. എഴുത്തിന്റെ വളർച്ച അറിയാൻ ഞാൻ വിളിക്കും. നോക്കാം. ആരെങ്കിലും വിളിച്ച് ശല്യപ്പെടുത്താനുണ്ടെങ്കിൽ നടന്നേക്കും. വിളിക്കണം. ഇവിടെ വരുമ്പോഴൊക്കെ കാണണം. ആ, ബാലേട്ടൻ ഇന്നാളെ ചോദിച്ച ജാപ്പനീസ് റൈറ്ററിന്റെ ബുക്ക് വന്നിട്ടുണ്ട്. കെൻസോ ബ്രോയുടെ ക്വയറ്റ് ലൈഫ്. ആ, എന്താ വില? താങ്ങാൻ പറ്റണില്ല രേഖ. വേണോ അതോ? ഇരിക്കട്ടെ, ബില്ല് അടുത്ത ആഴ്ചയാക്കാം. ഓ ശരി. പിടിക്കണാച്ചി. ഇവിടുത്തെ അന്തേവാസികൾ കുടിച്ചു തീർത്ത കുപ്പികളാണോ ഇത് മുഴുവൻ? 100-നും 200-നും കുപ്പികൾ മേടിക്കുന്ന ദരിദ്രവാസികൾ. അത് കടയിൽ പോയി വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നത് എനിക്ക് 2 രൂപ തരികയല്ല. ആ വകയിൽ ആ കിട്ടുന്ന ലാഭമായത്. അണ്ണാച്ചി പതിയെ ഒട്ടിക്കല്ലേ, പതിയെ എടുത്ത് വെച്ചാൽ മതി. സാറിനില്ലേ, സാറിനെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. സാറിന് ഞാൻ സാംസങ്ങിന്റെ ഒരു 16 മൊബൈൽ തരട്ടെ. സെക്കൻഡ് ഹാൻഡാ.
പക്ഷെ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്കെന്തിനാ മൊബൈല്? ആവശ്യത്തിലേറെ അനാവശ്യത്തിന് മനുഷ്യനെ ശല്യം ചെയ്യുന്ന ഒരു യന്ത്രം. കടിക്കുന്ന പട്ടിയെ പണം കൊടുത്ത് വാങ്ങാൻ ഞാനില്ല ബാബു. പിന്നെ ഇതിനൊക്കെ എവിടെന്നാ പണം? അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. സാറിന്റെ മുറി കിടക്കുന്ന ബുക്കുകളൊക്കെ ഈ അണ്ണാച്ചി തൂക്കി മേടിച്ചോളൂ. അണ്ണാച്ചി ബുക്ക് എടുക്കുമ്പോ ബുക്ക് ആളുടെ ബുക്കാ എടുക്കലാമേ. എന്താ സാറേ, ചുമ്മാ മനുഷ്യന് പ്രയോജനമില്ലാത്ത ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചേക്കണം. ക്നാപ്പെല്ലാം ഒഴിവാക്കുമ്പോ മുറിയും വൃത്തിയാവും. എന്റെ മുറിയിൽ നിന്നൊരു കഷ്ണം കടലാസ് എടുത്താൽ നിന്റെ കൈ ഞാൻ വിട്ടു. താക്കലോടെ കൃത്യം 6:30 തന്നെ വിളിച്ചല്ലോ. സാറിനെ ഫോൺ ഇന്ന് 2 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഹലോ, ആ ചേച്ചി സാറ് വന്നിട്ടുണ്ട്. ആ ചേച്ചി ഒരു പണി ചെയ്യേ, മൊബൈലിലോട്ട് വിളി. സാറിൻ്റെ അല്ലേ എൻ്റെ. ആ അതെ, നമ്പർ പിടിച്ചോ. 98952727 ആ 2153. ഓക്കെ. ആ ആരാടോ? ഇപ്പൊ വിളിക്കോ, ഒരു ലേഡീസാ. ചേട്ടാ ആരാന്ന് ചോദിച്ചില്ലേ? വിളിക്കുമ്പോ നേരിട്ട് ചോദിച്ചാൽ മതി. முப்பது பியர் பாட்டில் 25 പൈന്റ് 20 31 ബാബു 40 ഇതൊന്ന് പിടിക്കേ, ഞാൻ റൂമിലേക്ക് പോവാ. ഒരു ചായ കൊടുത്തേക്ക്. ബാബു ഇത് അടിക്കുന്നു. ആ പച്ച പിടിച്ച നമുക്ക് ആ ചോപ്പ് നമുക്കല്ല കട്ടാവും. ബാലചന്ദ്രൻ. അതെ ബാലചന്ദ്രൻ, ഞാൻ പത്മയാണ്. അയ്യോ ദേർ. യെസ്. ഏത് പത്മയാണെന്ന് മനസ്സിലായോ? ഹൗ ആർ യു? എന്താ പറയാ, സുഖമെന്ന് തന്നെ പറയാം. കാരണം അസുഖങ്ങളൊന്നുമില്ല. ഇതിപ്പോ ബോംബെ നിന്നാണോ? അല്ല, കുറച്ചു നാളായി ഞാൻ നാട്ടിലുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നോ ബാലചന്ദ്രനെ? അല്ല, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഫോൺ. വാട്ട് ഷുഡ് ഐ സേ? പറയുമ്പോ സില്ലിയായി തോന്നരുത്. മറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്നലെ ഞാനും ജയശ്രീയും, ഓർമ്മയുണ്ടോ, ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന എന്റെ ക്ലോസ് ഫ്രണ്ട്? ഓ ഓർക്കുന്നു. അവളും ഞാനും കൂടി ടൗണിൽ വെറുതെ കറങ്ങാൻ ഇറങ്ങിയപ്പോ ഒരു ബുക്ക് സ്റ്റാളിൽ കയറി. അവിടെ ഞാനൊരു പുസ്തകം അന്വേഷിച്ചു. കിട്ടിയില്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാന്ന് പറഞ്ഞു. ആ ബുക്കുമായി ബാലന് ബന്ധമുണ്ട്. എന്താ ചിരിച്ചത്? ബാലചന്ദ്രൻ വിളി ബാലനായി. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കുറച്ചുകൂടെ അരികിലായതുപോലെ. പഴയ ശീലങ്ങൾ മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല. ആ ബുക്ക് ക്യാമ്പസിൽ ആദ്യം വായിച്ച ആൾ ബാലനായിരുന്നു. ഓർമ്മയുണ്ടോ ക്യാൻറ്റീനിലിരുന്ന് അതിനെക്കുറിച്ച് ഒരു പ്രസംഗം തന്നെ നടത്തിയത്? മൈ ലൈഫ്, ഇസഡോറ ഡങ്കൺ. യെസ്, നല്ല ഓർമ്മശക്തി. ജീവിതം ഇത്രയും വർഷത്തിനിടയിൽ തന്ന ഏറ്റവും നല്ല നാളുകൾ ആ ക്യാമ്പസിലായിരുന്നു. മറന്നിട്ടില്ല ഒന്നും. അപ്പോ മൈ ലൈഫ് വേണം. അഡ്രസ് തരൂ, ഞാൻ അയച്ചു തരാം. Can you write? ഉഷസ്, വെസ്റ്റ് ഹിൽ, കാലിക്കറ്റ് 5. എങ്ങനെ കണ്ടുപിടിച്ചു എന്നെ? അല്ലെങ്കിൽ എന്റെ നമ്പർ? പറയാം, ഇനി വിളിക്കുമ്പോ പറയാനും വേണ്ടേ സബ്ജക്ട്. സോറി, അത് ചോദിച്ചില്ല. Can I call you again? പിന്നെന്താ? ഓഫീസ് വിട്ട് വന്നാലേ ഉള്ളൂ. ഞാൻ വെക്കാം. ബൈ, ടേക്ക് കെയർ. ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. വിളിക്കണ്ടായിരുന്നു ബാലിനെ. വൈ? മറന്നുപോയത്, അല്ലെങ്കിൽ ഓർക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പത്മ എന്ന പേര്. എന്തിനാടോ ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നത്? ഒരു ഫോൺ കോൾ അയാളുടെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ വലിയൊരു റിലീഫ് ആവുന്നെങ്കിൽ തനിക്ക് ഇവിടെ ഒരു ഗുഡ് ഫീൽ കിട്ടിയില്ലേ? പിന്നെന്തിനാ അത് ഡിനൈ ചെയ്യുന്നത്? പേടിയാണ് ജയശ്രീ. ഒരു ടൈം മെഷീനിൽ പുറകോട്ട് പോയി
യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ നിന്ന് ജീവിതം തുടങ്ങാൻ കഴിഞ്ഞെങ്കിൽ സ്റ്റോപ്പ് ഇടിയല്ലേ? പത്മ, നീ ഈ നിമിഷത്തിന് വേണ്ടി ജീവിക്കാൻ പഠിക്കാൻ. കഴിഞ്ഞ കാലമൊന്നും തിരിച്ചു വരില്ല. നേരെ മുന്നോട്ട് നോക്കാൻ ശീലിക്കാൻ. നിനക്ക് വേണ്ടി ജീവിക്കാനും ശ്രമിക്കുക. എന്റെ തടിച്ചി പാറു. എന്തൊടുക്കത്തെ മഴയത്. ഞാൻ രാവിലെ കമ്മാരേട്ടനെ വിളിച്ചിനി. ആടത്തെ ഫോൺ എന്താ വർക്ക് ചെയ്യുന്നില്ല? അത് വേടക്കായിട്ട് 4-5 ദിവസമായി. ഞാൻ അമൃതയിൽ വന്നതാ. നമ്മളെ കുളപ്പുറത്തെ മാധവനെന്ന് കാണിക്കാൻ. മങ്ങനാപുരത്ത് നൂല് മടക്കിന്ന് നിവൃത്തിയൊന്നും കാണുന്നില്ല. കോട്ടല് മുഴുവൻ പരന്നിട്ടുണ്ട്. മറ്റേ തന്നെ ഓൻ്റെ ഇളയ ചെക്കൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് പോന്റെ തൃപ്തിക്ക. വന്നോ സാറിന്റെ എസ്റ്റേറ്റ് മാനേജരെ? നീ നിലക്കടേ. 1 ഏക്കർ പറമ്പ് നോക്കി നടത്തുമെന്ന് പറഞ്ഞാലേ അതിനുണ്ട് നയിപ്പ്. കക്കൂസ് കഴുകുന്ന പോലത്തെ പണിയല്ല ഇത്. അതിനുള്ള ലാഭവും കിട്ടണമല്ലോ. ഈ സാറിന് വല്ലതും അറിയാവോ? എത്ര നാളികേരം കിട്ടുന്നു, അതൊക്കെ എന്നാ വിലക്കാ വിൽക്കുന്നേ? ഇതൊക്കെ ചേട്ടൻ പറയുന്ന കണക്കല്ലേ? ചോദ്യങ്ങളൊന്നുമില്ലാതെ കിട്ടുന്നു വാങ്ങി മിണ്ടാതെങ്കിൽ ഇരുന്നോളൂ. എനിക്ക് അത്ര സംശയമുണ്ട്. ഈ വന്ന് നോക്കിക്കോ. ഏമായി പൊന്ന് കായ്ക്കണ മരം കുലുക്കിയിട്ട് എനിക്ക് വേണ്ടത് എടുത്തോ. എനക്ക് ഇപ്പൊ നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഇവൻ എന്നെ കൊല്ലം കൊറിയായി കാണുന്നു. ഓനെ വിട്ടേക്ക് കമ്മാരെ. ഓന്റെ നാക്ക് ബെടക്ക. ഓരോരുത്തരുടെ സമയം. 2 ചായ കൊടുത്തു കൊടുത്തേ. ആയിക്കോട്ടെ. ഇരിക്കണ്ട, ചെപ്പ ഞാൻ തച്ച് കളക്കും. ഓ, എനക്ക് ഈ കുന്ത്രാണ്ടത്തിന്റെ കൂറ്റ് കേക്കുമ്പോ കരിയ. ഇത് നമ്മുടെ ആക്രി കച്ചവടക്കാരൻ അണ്ണാച്ചി മിസ് കോള് തന്നാ. എന്നതാന്നാ പറഞ്ഞേ? കുന്ത്രാണ്ടോ? ഇത് ലോകത്തിന്റെ ബ്രെയിനായേട്ടാ. ഈ ലോകത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത 2 കാട്ടുമാക്കാന്മാരുണ്ടെങ്കിൽ അത് നിങ്ങൾ 2 പേരും മാത്രം ഉണ്ടായിരിക്കുള്ളൂ. ചായ കൊണ്ട. ഞാൻ കാര്യം പറഞ്ഞതാ. എനക്കാവൂലേ നിന്റെ പറമ്പ് നോക്കി നടത്താൻ. ആ ജാഗ വിറ്റാളാ. നയിച്ചിട്ട് 4 ഉറുപ്പ്യന്റെ ഗുണം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ വെച്ചേക്കുന്നത്? വിറ്റിട്ടാ പൈസ ബാങ്കിലിട്ടോ. വേണ്ട കമ്മാരേട്ട, അത് വേണ്ട. ഞാനിനി ഉള്ളകാലം മുഴുവൻ കൊതുവിന്റെ കടിയും കൊണ്ട് ഈ സത്രത്തിൽ കൂടാൻ പോകുന്ന നിങ്ങളെ വിചാരം? ഞാനങ്ങ് വരും. വയസ്സുകാലത്ത് കുത്തിരിക്കാൻ ഒരു ദിക്ക് വേണ്ടേ? അച്ഛനെ അമ്മനെ അടക്കിയ മണ്ണിൽ തന്നെ ചേരണ്ടേ എൻ്റെ തടിയിൽ? കമ്മാരേട്ടൻ കിട്ടുന്നത് തന്നാ മതി. ഞാൻ കണക്കൊന്നും ചോദിച്ചില്ലല്ലോ, ഇനി ചോദിക്കുകയില്ല. ബാലേന്ദ്രൻ, ഇതെങ്ങനെ ഇവിടെ? ലോഡ്ജിലെ ബാബു അഡ്രസ് പറഞ്ഞു തന്നു. ദുർഗന്ധം അല്ലേ? അതെ. ശവങ്ങൾ പൊടിച്ചെടുക്കുകയാണ്. ചത്ത മീനും മാടും ഒക്കെ പൊടിയാക്കുകയാണ്. എങ്ങനെ സഹിക്കുന്നിഷ്ട? പുതിയ പുസ്തകങ്ങളുടെ ഉൾത്താളുകൾ തുറക്കുമ്പോൾ, പെയിന്റ് ഡബ്ബ പൊളിക്കുമ്പോൾ, പുതുമഴ മണ്ണിൽ പൊഴിഞ്ഞു വീഴുമ്പോൾ, എൻ്റെ ചങ്ങാതി, എല്ലാവരെയും പോലെ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും പ്രിയപ്പെട്ട ഗന്ധങ്ങൾ. എന്ത് ചെയ്യാം, ഇതും ഇവിടെ പണിയായിപ്പോയില്ലേ ഭായി? വാ അങ്ങോട്ടിരിക്കാം. എന്താണെന്ന് കൊച്ചിയിൽ പരിപാടി? 80s അവസാനത്തിൽ പച്ച എന്നോ മറ്റോ പേരുള്ള ഒരു പരിസ്ഥിതി കവിതാ സമാഹാരം ഇറങ്ങിയിരുന്നു. ഒരു സെയ്ദ് മുഹമ്മദ് എഡിറ്റ് ചെയ്തിട്ട്. സംഗതി നോക്കിയപ്പോൾ ഔട്ട് ഓഫ് പ്രിന്റാ. അതിന്റെ ഒരു റീപ്രിന്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അയാളെ തപ്പി ഇറങ്ങിയതാ. ഒരു പകലിന്റെ വെയിൽ മുഴുവൻ കൊണ്ടത് മിച്ചം. പച്ചയല്ല, ഹരിതം. 87-ലാണ് ഗ്രീൻ ബുക്സ് അത് പബ്ലിഷ് ചെയ്തത്. കോപ്പി എൻ്റെ കാണും. അയാളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിസ്ഥിതിക്ക് ഇപ്പം നല്ല മാർക്കറ്റ്. കോഴിക്കോട്ടേക്കാണ് തിരിച്ചു പോകുന്നതെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യണം. പറഞ്ഞോളൂ. ചക്കുംകടവ് കോളനിയിൽ ആലിക്കോയുണ്ട്. ഒരു 1000 രൂപ ആലിക്കോയ വശം കൊടുക്കണം. രണ്ടാമത്തേത് വെസ്റ്റിൽ അഡ്രസ്സ് തരാം. അവിടെ ഒരു പുസ്തകം എത്തിക്കണം. ആലിക്കോയുടെ വിലാസം? അത് തരാം. ആരെങ്കിലും കുട്ടികളെ അയച്ചാൽ മതി. ആലിക്കോയെ കണ്ടില്ലെങ്കിൽ സാരമില്ല, അവിടെ ഫാത്തിമ കാണും. അവളെ ഏൽപ്പിച്ചാൽ മതി. എന്തായി, എഴുത്തിന്റെ മൂഡിലേക്ക് കയറിയോ? ഇല്ല, എഴുതണം, എഴുതി തീർക്കണം എന്നൊരു ചിന്തയുണ്ട് ഇപ്പോൾ. മതി, അത് മതി. അത് നല്ല ലക്ഷണമാണ്. ഞാൻ വിളിച്ചിരുന്നു. ബാലേന്ദ്രന്റെ ഫ്രണ്ടാണ്. ഓ യെസ്, വരൂ വരൂ. ഞാൻ ശിവദാസൻ, ഇത് ലളിത, ഭാര്യയാണ്. പ്ലീസ് കം. ഇരിക്കൂ. താങ്ക് യു.
പത്മ എന്ന പേരും അഡ്രസ്സും അല്ലാതെ മറ്റൊന്നും ബാലേന്ദ്രൻ പറഞ്ഞില്ല. സുഹൃത്തുക്കളുടെ കാര്യമൊന്നും അയാളുടെ സംസാരത്തിനിടയിൽ വരാറില്ല. സുഹൃത്തുക്കളൊന്നും പണ്ടും പുള്ളിക്കില്ല. പണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എംഫിൽ ചെയ്യുന്ന കാലം. ബാലൻ എൻ്റെ സീനിയറായിരുന്നു. ക്യാമ്പസിലെ ബുദ്ധിജീവി, ഗൗരവക്കാരൻ, പെമ്പിള്ളേർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാത്ത റിയൽ ഇൻട്രോവേർട്ട്. ഞാനിപ്പം ബാലേന്ദ്രന്റെ അടുത്ത സുഹൃത്തുക്കളെ തേടി നടക്കുകയാണ്. എന്തു പറ്റി? കക്ഷി ഒരു നോവൽ ഏതാണ്ട് 1/4 ഭാഗം എഴുതി നിർത്തിക്കളഞ്ഞു. അതൊന്ന് പൂർത്തിയായി കാണാൻ ഞാനടക്കം പലരും ആഗ്രഹിക്കുന്നുണ്ട്. പലരും എന്ന് പറഞ്ഞാൽ മലയാള നോവൽ സാഹിത്യത്തിലെ പില്ലർ ഫിഗർ CP വാസുദേവൻ അടക്കം. ശിവദാസിന്റെ ഇൻട്രസ്റ്റോടെ പറ. ഞങ്ങളൊരു പബ്ലിഷിംഗ് കമ്പനി നടത്തുന്നുണ്ട്. ഓ റിയലി? ബാലൻ ഫിക്ഷനിലും കൈവച്ചോ? കവിതയായിരുന്നു പഠിക്കുന്ന കാലത്ത്. ഓ, അതൊരു പുതിയ അറിവാണല്ലോ. കവി എന്ന് വെച്ചാൽ ഭയങ്കര കവി. ആർക്കും എളുപ്പത്തിൽ ദഹിക്കാത്ത ഭാഷയില കാച്ച്. പക്ഷേ ഒരെണ്ണം പോലും പബ്ലിഷ് ചെയ്യാൻ അയക്കില്ല. ലക്ഷ്മിയമ്മേ, ചായ വേണം. എടുത്തു വെച്ചോളൂ. ഗുഡ്, വരൂ. ഒരു കവിത പക്ഷേ ബാലന്റെ ഫ്രണ്ട്സിൽ ആരോ ഹോസ്റ്റൽ റൂമിൽ നിന്ന് അടിച്ചു മാറ്റി ക്യാൻറ്റീനിലെ ചുവരിൽ കരിക്കട്ട കൊണ്ട് എഴുതി വെച്ചു. വർഷങ്ങളോളം അതവിടെ കിടന്നിരുന്നു. ആ ഭാഗം വൈറ്റ് വാഷ് ചെയ്യാൻ കുട്ടികൾ അനുവദിച്ചിരുന്നില്ല. അതിലെ വരികൾ മിക്കവാറും സ്റ്റുഡൻസിന് ബൈഹാർട്ടായിരുന്നു. പത്മയ്ക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ബലിമൃഗങ്ങൾക്ക് അവരവസാന അത്താഴം വിളമ്പുന്നു. രാവുമായുമ്പോൾ കൊലക്കത്തിയുടെ മൂർച്ചയിൽ സൂര്യതാപം ജ്വലിക്കുമ്പോൾ പിടഞ്ഞു ചാവാൻ നമ്മളുണ്ടാവരുത്. എൻ്റെ പ്രണയമേ, നമുക്ക് ഈ ഇരുൾമറയിൽ പരസ്പരം കൊമ്പുകുത്തി ചാവാം. ഇതൊരു പേപ്പറിലൊന്ന് കുറിച്ച് തരുമോ? ബാലനെ സർപ്രൈസ് ചെയ്യാനാ? അതെ. ബാലൻ ലോകമറിയുന്ന ആരോ ആയി തീരുമെന്ന് ഞങ്ങൾ കുട്ടികളെല്ലാം വിശ്വസിച്ചിരുന്നു. വൈകിട്ടില്ല. ഇനി വിളിക്കുമ്പോൾ പത്മയും നിർബന്ധിക്കണം. നമുക്ക് അയാളെ കൊണ്ടത് എഴുതി പൂർത്തിയാക്കിക്കണം. എങ്കിൽ പത്മ പറഞ്ഞതുപോലെ നാളെ ലോകം മുഴുവൻ അറിയും ബാലേന്ദ്രൻ എന്ന പ്രതിഭയെ. നന്നായിരിക്കുന്നു, മിടുക്കി. ബാലേന്ദ്രന്റെ മുറിയിലെ ചുവരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, മൂപ്പര് ചുവരിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കൊരു എക്സിബിഷൻ നടത്തണം ഫാത്തിമയുടെ ചിത്രങ്ങളുടെ. ബാലേന്ദ്രനുമായിട്ട് എങ്ങനെയാ പരിചയം? നേരിൽ ഇതുവരെ കണ്ടിട്ടില്ല. 5-6 മാസം മുമ്പ് പത്രത്തില് ഇവിടെ സുഖേടിനെ കുറിച്ച് വാർത്ത വന്നേനെ. ഇവിടെ വരച്ച ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് അസുഖത്തിന്റെ കാര്യം അതിൽ വന്നത് വായിച്ചിട്ട് പലരും പൈസ അയച്ചു തന്നേനെ. 3000 ഉറുപ്പ്യ അയച്ചു ഒരു കത്ത്. ഞാൻ പറയാം. എനിക്കൊരു ചിത്രം അയച്ചു തരുമോ അനിയത്തി? ഇല്ലേ വല്യപ്പ? അങ്ങനെ എഴുതിയിരുന്നു കത്തില്. എന്നിട്ട് അയച്ചു കൊടുത്തോ? മാസത്തിലൊരു ചിത്രം, അതിന് 1000 ഉറുപ്പ്യം. അതപ്പൊ നടക്കുന്നത്. എന്റെ പൊട്ട ചിത്രത്തിന് 1000 ഉറുപ്പ്യ ഒന്നും കിട്ടില്ല, എനിക്കറിയാ. അത് മൂപ്പര് പൈസ സഹായിക്കാൻ വേണ്ടി തന്നെ അയക്കുന്നതാ. ആലിക്കാന്റെ മോളുടെ മോളാ. മോൾ ഇതൊക്കെ എടുത്ത് അകത്തുകൊണ്ട് വെച്ചേ. മോള് മരിച്ചുപോയി. ഓക്ക് ക്യാൻസർ ആയിനി. ആദ്യമൊക്കെ ഇവിടെ വാപ്പ വരവും പോക്കും ഉണ്ടായിനി. പിന്നെ ഓൻ വേറെ കെട്ടി. പുതിയ പെണ്ണ് വന്നതിന് ശേഷം ഓന്റെ വരവ് നിന്നു. ഇപ്പൊ തിരിഞ്ഞു നോക്കണില്ല. ആരും വേണ്ട, പടച്ചോൻ തിരിഞ്ഞിക്കാതിരുന്നാ മതി. വേറെ ആരും വേണ്ട. എനിക്ക് നയിക്കാൻ കഴിയുന്ന കാലം ഞാൻ പോറ്റിക്കോളും. അതിൻ്റെ ഇടയിലല്ലേ ഹലാക്കിന്റെ സുക്കേട് വന്നത്. ഏത് ഡോക്ടറാ ചികിത്സിക്കുന്നത്? ജയശങ്കർ മെഡിക്കൽ സെന്ററിലെ. അറിയാം, നല്ല പരിചയമുണ്ട്. വരണം, വിപ്ലവ ദമ്പതി കിളികളെ വരണം. ആരാണ്? ലളിത കിളിയാണോ ഡ്രൈവർ? ഞാൻ MT ലൈന. യന്ത്രങ്ങൾ വഴങ്ങാറില്ലെന്ന് പുള്ളി എപ്പോഴും പറയാറുണ്ട്. വാ. പിന്നെ എങ്ങനെ പോകുന്നു അക്ഷര വ്യാപാരം? പബ്ലിഷിംഗ് പരിപാടി വൻ ട്രാജഡിയാണ്. പിന്നെ സ്കൂൾ കുട്ടികളുടെ ഗൈഡും കുക്കറി ബുക്കും ഒക്കെ വിറ്റ് ജീവിച്ചു പോകുന്നു. ലളിത, ഐ എം റിയലി സോറി. എന്റെ വീട്ടുകാരി സ്ഥലത്തില്ല. അതുകൊണ്ട് ചായയോ കാപ്പിയോ വേണമെങ്കിൽ നമ്മൾ തന്നെ നിർമ്മിക്കേണ്ടി വരും. ശിവദാസനുള്ള പനി ഇവിടെ ഉണ്ട്. ഇതെന്താ? എനിക്ക് പറ്റില്ലേ? എന്റെ അമ്മച്ചി അടി തുടങ്ങിയ ശിവദാസോ. വെള്ളമടി ഇവളുടെ നാവും കൂടെ ചേർന്ന അടി എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. ലളിത വേണമെങ്കിൽ പറയും, ഞാൻ ടപ്പേന്നൊരു കാപ്പിട്ടുണ്ട് വരാം. വേണ്ട ഡോക്ടർ, താങ്ക്സ്.
ഓക്കെ, അപ്പം ഞാൻ നേരിട്ട് കാണാം എന്ന് പറഞ്ഞത് ഫാത്തിമയുടെ രോഗത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ തരാമെന്ന് കരുതിയ. ഇതിന് മെഡിക്കൽ ടെർമിനോളജിയിൽ സെറിബ്രൽ ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ എന്ന് പറയും. ഈ ധമനിയും സിരയും തമ്മിലുള്ള ഒരു അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ, അന്യൂറിസം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വളരെ വ്യക്തമായി മെഡിക്കൽ പുസ്തകങ്ങൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ഇറ്റ്സ് എ developmental abnormality representing persistence of an embryonic pattern of blood vessels. ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത് സമയം കഴിയുമ്പോൾ അടുത്തുള്ള ധമനികളിലേക്ക് പടരുകയും അത് വികസിക്കുകയും ചെയ്യും. ഇവിടെ ഫാത്തിമയുടെ കാര്യത്തിൽ ഗ്രോത്ത് അപകടാവസ്ഥയിലെത്തിയിരിക്കാം. സോ ഇറ്റ് ക്യാൻ കംപ്രസ് നെയ്ബറിംഗ് സ്ട്രക്ചേഴ്സ്. ബ്ലീഡിംഗ് ഉണ്ടായാൽ സിറ്റുവേഷൻ ക്രിട്ടിക്കലാവും. അവളെ രക്ഷിക്കാനുള്ള വഴി സർജറി. ദൂരെ എങ്ങും കൊണ്ടുപോണ്ട, ഇവിടെ തന്നെ ചെയ്യാം. ബാലേന്ദ്രന് ഇങ്ങനെ വിശദമായിട്ടൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. ഇല്ല, എന്തായാലും നന്നായി. ജയശങ്കറാണ് ട്രീറ്റ്മെന്റ് എന്നറിഞ്ഞപ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥയെന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. രക്ഷപ്പെടും, ഒരു സംശയവും വേണ്ട. ബാലേന്ദ്രന് ഫോണുണ്ട്, കട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞേ. പത്മയാണ്. ആ പറയൂ. ബുദ്ധിമുട്ടായോ? ഇല്ല, ഞാൻ വെറുതെ മുറിയിലിരിക്കുകയായിരുന്നു. മുകളിലത്തെ നിലയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് വേണ്ടേ ഫോൺ അറ്റൻഡ് ചെയ്യാൻ? അല്ലാതെ ഫോൺ മുകളിലത്തെ നിലയിലേക്ക് നടന്നു വരില്ലല്ലോ. തൊട്ടരികിൽ വയ്ക്കാവുന്ന, പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന, നടന്നുകൊണ്ടും കിടന്നുകൊണ്ടും സംസാരിക്കാവുന്ന ഫോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ എന്നാണ് പേര്. അറിയാമോ ആവോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് പലരുടെയും കയ്യിൽ. ഒന്ന് വേണമെന്ന് തോന്നിയിട്ടില്ല? ഇല്ല, എന്നെ ആരും വിളിക്കാനില്ല, എനിക്കും ആരും വിളിക്കാനില്ല. പിന്നെ ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ അതും തോന്നിയിട്ടില്ല. മാറിയിട്ടേയില്ല പഴയ ക്യാമ്പസ് റാഡിക്കലിൻ്റെ മനസ്സ്. ശരി, ഞാൻ വിളിച്ചത് ബുക്ക് കിട്ടി. താങ്ക്സ്. സ്വീകരിച്ചിരിക്കുന്നു. മൊബൈൽ ഫോണില്ലാത്ത മലയാളി എന്ന് പറയും പോലെ റെയറായി പുസ്തകം വായിക്കുന്ന മലയാളിയും. അത് നമ്മുടെ ജനറേഷൻ. ഓരോരുത്തർക്കും 100 കൂട്ടം ന്യായങ്ങളാണ്. തിരക്കിൻ്റെ, ബന്ധപ്പാടിൻ്റെ കുറേ എക്സ്ക്യൂസസ്. പുസ്തകം വേണമെങ്കിൽ വിളിക്കേ, കയ്യിലുള്ളതാണെങ്കിൽ അയച്ചു തരാം. ശരി, ആ പേരിലെങ്കിലും എനിക്കിടയ്ക്ക് വിളിക്കാമല്ലോ. ശിവദാസ് ഒരു കാര്യം പറഞ്ഞു. ബാലൻ്റെ റൈറ്റിംഗ് എന്തായി? വീണ്ടും എഴുതി തുടങ്ങിയോ? എന്നോട് പറഞ്ഞു വിളിക്കുമ്പോൾ ആ കാര്യം തിരക്കാനും ഒന്ന് പ്രഷർ ചെയ്യാനും. എഴുത്ത് എവിടെയോ എന്തോ ഒരു ബ്ലോക്ക്. അതൊന്ന് തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എഴുതി കഴിഞ്ഞ ഭാഗങ്ങൾ കാണുമ്പോൾ ഞാൻ തന്നെ എഴുതിയതാണോ എന്ന് അത്ഭുതം. റൈറ്റേഴ്സ് ബ്ലോക്ക് അത് മാറും ബാലൻ. പ്രതീക്ഷിക്കാത്തൊരു മൊമെന്റിൽ അതങ്ങ് ചേഞ്ച് ആവും. ഞാൻ പ്രാർത്ഥിക്കും ബാലൻ. ആ പിന്നെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ വിളിക്കണം. ഒന്നും ചെയ്യാനില്ലാത്തൊരു ലോങ് ഹോളിഡേയിലാണ് ഞാൻ. വിളിക്കാം. എനിക്കത് വിശ്വാസമില്ല. ഞാൻ വിളിച്ചോളാം, ശല്യമാകാത്ത രീതിയിൽ. പിന്നെ പറയൂ. ഞാനൊരു പാഴ്സൽ അയച്ചിട്ടുണ്ട്. നാളെ അവിടെ കിട്ടും. എന്താണെന്ന് പറയുന്നില്ല,
ഒരു ചെറിയ സർപ്രൈസ്. നാളെ പുലരാൻ വേണ്ടി കാത്തിരിക്കാം. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, ബൈ ബാലൻ. യു ടേക്ക് കെയർ. സാറേ 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 കഥ തുറക്ക് സാറേ, നേരെ ഒരുപാടായി. കഥ തുറക്ക് സാറേ. സാറേ ഇത് എന്നാ ഉറക്കുക സാറേ? കഥ തുറക്ക സാറേ. സാറേ കഥ തുറക്ക് സാറേ. എന്താ ബാബു? പണി പാളിയ ലക്ഷണോ സാറേ? കുറേ നേരമായിട്ട് ഞാൻ വിളിക്കുക, ഒരനക്കവും ഇല്ല. കയറാണോ വിഷമാണോ എന്ന് അറിഞ്ഞാൽ മതി. രണ്ടിനും രണ്ട് ലൈനിലുള്ള ഓപ്പറേഷനാ. പുലിവാല് ഇന്നലെ ഒറ്റയ്ക്ക് വന്ന് മുറി എടുത്തപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ച. സാറേ സാറേ മോനെ കിടന്നു കിടക്കാൻ സമ്മതിക്കാനാ? ഒടുക്കത്തെ കൊതുക് കാരണം വെളുപ്പം കാലത്ത് ഒന്ന് കണ്ണടച്ചത് ചവിട്ടി ഞാൻ. അയ്യേ ബാബു, നല്ലത് ചിന്തിച്ച് നല്ലത് മാത്രം പ്രതീക്ഷിക്കുക. അപ്പം നല്ലതേ നടക്കും. ഇംഗ്ലീഷിൽ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം എന്ന് പറയും. അതാ നിന്റെ കുഴപ്പം. മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടക്കുന്നത്. തീർച്ചയായും. റൂം നമ്പർ 14 ബാലേന്ദ്രൻ, ഒരു കൊറിയർ ഉണ്ട്. നമ്മളും പോയല്ലേ പറ്റൂ. വേറൊരു വഴിയും നമുക്കില്ലല്ലോ. ലോകത്തിന്റെ ഗതി അത് തന്നെയല്ലേ? അതെ, അനുഭവങ്ങളും ആ തരത്തിൽ തന്നെ. സാറേ ലെറ്റർ ബോംബിന്റെ സീസണാ, സൂക്ഷിക്കണേ. ഇവിടെതാ. ആഹാ മൊബൈലാ. ഒരു സെറ്റ് മേടിക്ക് സാറേ, സെറ്റ് മേടിക്ക് സാറേ എന്നും പറഞ്ഞാൽ എന്തോരം പുറം നടന്നതാ. എങ്കിൽ ചില്ലറ കമ്മീഷൻ എനിക്ക് കടഞ്ഞാനെ. അല്ല സാറേ ഇത് ആരാഴ്ച എനിക്കറിഞ്ഞോളൂ. നോക്കിയ N70 കൊള്ളാം. മാർക്കറ്റിൽ ഇതിന് 10-12 രൂപ വിലയുള്ള ഉഗ്ര സെറ്റാ. വിത്ത് ലോട്ടസ് ഓഫ് ലവ് പടുമ. ആ നമ്മുടെ ചേട്ടത്തിയാര്. ഉവ്വ ഉവ്വ. ഇതിനകത്ത് സിം കാർഡും ഉണ്ടല്ലോ. ചേട്ടത്തിയാരപ്പ സാറിന് നന്നാക്കാൻ ശ്രമിക്കുക. കൊള്ളാം. നീ ഇതൊന്നും ശരിയായി തന്നെ. അത് ശരി. അപ്പൊ സെറ്റ് തുറന്ന് സിം കാർഡ് ഇടാൻ അറിയാമല്ലേ? എനിക്ക് എങ്ങനെ അറിയാം? ചുമ്മാ കുറച്ച് പുസ്തകം വായിച്ചു കൂട്ടിക്കൊണ്ടൊന്നും കാര്യമില്ല. നേഴ്സറി പോകുന്ന പിള്ളേർക്ക് പോലും ഇതൊക്കെ നല്ല തിട്ടമാ. സാറേ ഈ കാലത്തൊന്നും ജീവിക്കാനുള്ളതല്ല. ഈ കാര്യത്തിൽ നീയാണ് ഗുരു. ഞാൻ ശിഷ്യപ്പെട്ടിരിക്കുന്നു. സാർ ഇതുപോലെ പലതും പഠിക്കാനുണ്ട്. ഹലോ. എന്തിനായിരുന്നത്? എന്ത്? ഈ ഫോൺ. അതുകൊണ്ടല്ലേ ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. എന്നാലും പണം ഒരുപാട് ചിലവായില്ലേ? ഇല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ ഹാൻഡ്സെറ്റ് ആണത്. കണക്ഷൻ എടുക്കാൻ മടിക്കുമെന്ന് എനിക്കറിയാവുന്നോണ്ടാ സിം കാർഡും കൂടെ അയച്ചത്. ഒരു പുതിയ ശീലത്തിന് തുടക്കമാവുന്നു. കുഴപ്പമൊന്നുമില്ല. പരസ്പരം സംസാരിക്കുന്നു എന്ന് തെറ്റേ ഉള്ളൂ. അതും തോന്നുമ്പോൾ മാത്രം. ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇനി ഇതിന്റെ സംഗീതം കേൾക്കുമ്പോൾ ഉറപ്പിക്കാം പത്മ വിളിക്കുന്നു. വല്ലപ്പോഴും തിരിച്ചിങ്ങോട്ടും ആവാം ഒരു വിളി. ഐ മീൻ തോന്നുമ്പോ മാത്രം. ഓ അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, ബൈ ബാലൻ. ബൈ. മദ്യത്തിന്റെ തടാകത്തിൽ ഒരു മുതലയെ പോലെ മുങ്ങിക്കിടന്ന കാലം ഉണ്ടായിരുന്നു. പിന്നെ മടുത്തു. മദ്യം ഒരു ഫേക്ക് റിയാലിറ്റി തീർത്ത് ചതിക്കുകയാണെന്നുള്ള ബോധമുണ്ടായി. ഇപ്പൊ പിന്നെ വല്ലപ്പോഴും ഒരല്പം. ഞാനും അതെ, ഭൂരിപക്ഷം മലയാളിയും പോലെ ഒരു നിത്യവൃത്തിയാക്കിയിട്ടില്ല. ഒരുപാട് കാലത്തിന് ശേഷം എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയിരിക്കുന്നു തന്നിലൂടെ. നമ്മൾ ബലിമൃഗങ്ങൾക്ക് അവർ അവസാന അത്താഴം വിളമ്പുന്നു. രാവ് മായുമ്പോൾ കൊലക്കത്തിയുടെ മൂർച്ചയിൽ സൂര്യതാപം ജ്വലിക്കുമ്പോൾ പിടഞ്ഞു ചാവാൻ നമ്മൾ ഉണ്ടാവരുത്. എൻ്റെ പ്രണയമേ, നമുക്ക് ഈ ഇരുൾമറയിൽ പരസ്പരം കൊമ്പുകുത്തി ചാവാം. ഇത് ഓർമ്മയിൽ എവിടെയോ കിടന്ന വരികളാണ്. പത്മ. എന്താ, പത്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ ഇത്? ആ കാലത്ത് യൂണിവേഴ്സിറ്റി സെന്ററിൽ ഉണ്ടായിരുന്നവർക്കല്ലാതെ മറ്റാർക്കറിയാൻ? പ്രണയമായിരുന്നോ പത്മയുമായിട്ട്? പ്രണയം ഇഷ്ടമായിരുന്നു, അടുത്ത സൗഹൃദം. അതിന്റെ ശേഷിപ്പ് അവരുടെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചറിഞ്ഞു. ആരാധനയാണ്. ബാലചന്ദ്രൻ എന്ന വിഷയം പറയുമ്പോൾ ആകെ എക്സൈറ്റഡ് ആയി. എന്തേ അതങ്ങ് ശുഭപരിവാസായ തീർന്നില്ല?
ഒരു പ്രണയ വിപ്ലവത്തിന് ധൈര്യമില്ലായിരുന്നു എനിക്ക്. സാഹചര്യങ്ങളും അങ്ങനെയായിരുന്നു. അച്ഛനോ അമ്മയോ കൂടപ്പുറപ്പുകളോ അങ്ങനെ ആരുമില്ല. അമ്മാവന്മാരുടെ ചില അഭ്യാസങ്ങൾ കാരണം കിടപ്പാടം മുഴുവൻ ഇല്ലാത്ത അവസ്ഥ. കൂട്ടുകാരെ വീടുകളിൽ മാറി മാറി താമസിക്കും. പഠിക്കാൻ എടുക്കാനായിരുന്നു. പിന്നെ നാട്ടുകാർ രൂപീകരിച്ച ബാലചന്ദ്രൻ പഠന സഹായ ഫണ്ടിൻ്റെ സപ്പോർട്ടിലാണ് കോളേജിൻ്റെ പടി കയറുന്നത്. ആ നാട്ടുകാരുടെ മുന്നിലേക്ക് വന്നിറങ്ങേണ്ടത് പരീക്ഷകൾ പാസ്സായിട്ടാവണം, അല്ലാതെ കാമുകിയുടെ കൈയും പിടിച്ചിട്ടാവരുത് എന്നൊരു ചിന്ത. ഒരുതരം കോംപ്ലക്സ് തന്നെ. പിന്നെ ഞാൻ പക്വതയുള്ള പുരുഷനായി. അവളിലെ പെൺകുട്ടിയെ എന്തെല്ലാമോ പറഞ്ഞും ഉപദേശിച്ചും തിരിച്ചയച്ചു. അമ്മയുടെ അവകാശമായിരുന്ന വീടും പറമ്പുമെല്ലാം കയ്യിൽ വന്നതും ഒരു തൊഴിൽ കിട്ടിയതുമെല്ലാം ഒരുപാട് കഴിഞ്ഞു. അപ്പോഴേക്കും വീട്ടുകാരുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പ്രതിരോധിക്കാനാവാതെ അവളൊരാളെ വിവാഹം കഴിച്ച് ബോംബെക്ക് പോയെന്ന് കേട്ടു. ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഫോൺ കോളിലൂടെ അവർ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ഈ തിരിച്ചുവരവ് മുറിഞ്ഞ കണ്ണുകൾ ചേരാനാവും. വെട്ടിത്തം പറയാതെ. ഭർത്താവും കുട്ടികളുമായി ജീവിക്കുന്ന പാവം. ദുർവ്യാഖ്യാനം നടത്തണ്ട. അവരവരെ പാട്ടിന് പോട്ടെ. തൻ്റെ റൈറ്റേഴ്സ് ബ്ലോക്ക് മാറും. പത്മയാവും അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. പുസ്തകം എഴുതി തീർക്കാൻ ഓരോ വഴി കണ്ടുപിടിക്കുകയാണ് തന്നിലെ പ്രസാധകൻ. തൻ്റെ ഈ ഔപചാരിക ലൈൻ വിട്ട് അവരോടൊന്ന് സംസാരിക്കുക. അവരുടെ ചുറ്റും ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ ഒരു കുടുംബം. മിറാക്കിൾ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ കോൾ. അത് തന്നെ. തുടരാമല്ലോ. യെസ് ഓഫ് കോഴ്സ്. ഇല്ല, വിളിച്ചത് ഇതെന്താ, റൈറ്റേഴ്സ് ബ്ലോക്കിനൊപ്പം സ്പീച്ച് ബ്ലോക്കും ഉണ്ടോ? എന്തോ നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ കുടുംബം എന്നൊരു വിഷയം വന്നില്ല. പത്മ പറഞ്ഞില്ല, ഞാൻ ചോദിച്ചുമില്ല. ബാലൻ ബാച്ചിലറായി തുടരുന്നു, അതെനിക്കറിയാം. അതുകൊണ്ട് ചോദിച്ചില്ല. പത്മയുടെ കാര്യമാണ് ചോദിച്ചത്. കുടുംബം, കുട്ടികളില്ല. ഭർത്താവുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ കൂടെ ഇല്ല. ഐ മീൻ 4 മാസം മുമ്പ് ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്തു. തനിച്ചായി? അതെ, തനിച്ചാക്കിയിട്ട് ചേട്ടൻ പോയി. പറയാനുള്ളതെല്ലാം ചുരുങ്ങിയ വാക്കുകളിൽ പത്മ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ കാരണം ചോദിക്കുന്നില്ല. പറയാവുന്നതേ ഉള്ളൂ, കേൾക്കാൻ തയ്യാറാണെങ്കിൽ. ചുമ്മാ കേൾക്കുന്നേ. ഒരു വിവാഹ ജീവിത ദുരന്ത കഥ. കേൾക്കാം. വിരസതയും മൗനവും ഞങ്ങളുടെ ജീവിതത്തിൽ തണുത്തുറയാൻ തുടങ്ങിയിട്ട് നാളുകളായിരുന്നു. മറ്റൊരു ബോറൻ ദിവസം കൂടി അവസാനിക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായി എൻ്റെ ഭർത്താവ് എന്നോട് സംസാരിച്ചു. I want to get out of this. From what? നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിന്ന്. ഐ മീൻ, നമുക്ക് പിരിയാം. ശ്രീ, what are you talking? എനിക്കിനിയും നുണകൾ പറഞ്ഞും ഡബിൾ ഗെയിം കളിച്ചും മുന്നോട്ട് പോകാൻ വയ്യ. ശ്രീ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? യെസ് പത്മ, ദേവ്ജാനി. യുവർ ബംഗാളി ഫ്രണ്ട്? യെസ്. അതൊരു വെറും ഫ്രണ്ട്ഷിപ്പ് അല്ല. എനിക്കിപ്പോൾ കുറേയേറെ അടുത്തു ഞാൻ അവളുമായി. You mean physically? Yes. One night stand. ഒരിക്കൽ മാത്രം സംഭവിച്ച? അല്ല, ഒരിക്കലല്ല. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ്? ഞാൻ സൂയിസൈഡ് ചെയ്യണം എന്നൊന്നും
ആഗ്രഹിക്കുന്നില്ലല്ലോ. പത്മ പ്ലീസ്, ഐ ഡു ലൈക്ക് യു. ഷട്ട് അപ്പ്. എനിക്കറിയാം നീ തനിച്ചാവും, നിനക്കാരുമില്ല. പക്ഷേ ഉടനെ ഒരു ലീഗൽ ഡിവോഴ്സ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സെപ്പറേറ്റ് ലിവിങ്. പിരിയാൻ തീരുമാനിച്ച പിന്നെ എന്തിനാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് ഒഴിവാക്കുന്നത്? ലീഗലി തന്നെ ആയിക്കോളൂ. ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഒരു സെക്യൂരിറ്റി? നീ തനിച്ച് എന്ത് ചെയ്യും? ലീവ് ഇറ്റ് ടു മീ ശ്രീകുമാർ. ഇറ്റ്സ് മൈ ലൈഫ്. കഥ കേട്ട് ഉറങ്ങി? ഇല്ല. അതങ്ങനെ അങ്ങ് കഴിഞ്ഞു. ആദ്യത്തെ കുറച്ചു കാലം ഞാൻ ആ സൊസൈറ്റിയിൽ വലിയ സംസാര വിഷയമായിരുന്നു. പത്മയുടെ ബോൾഡ്നെസ്, പത്മയുടെ ക്യാരക്ടർ, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്. എവിടെ ചെന്നാലും പത്മ ഒരു അത്ഭുത ജീവിയെ പോലെ സ്വീകരിക്കപ്പെട്ടു. വാഴ്ത്തപ്പെടലിൻ്റെ നാളുകൾ വേഗം കഴിഞ്ഞു. എനിക്കൊരു സത്യം മനസ്സിലായി. ആ നഗരത്തിൽ ഞാൻ തനിച്ചാണ്. തനിച്ചിരുന്ന് കരഞ്ഞിട്ടും തീരാത്ത പെയിൻ അവസാനിപ്പിക്കാൻ ഒരു വഴിയേ കണ്ടുള്ളൂ. ബോംബെ വിടുക. വിട്ടു. ജോലി റിസൈൻ ചെയ്ത് നാട്ടിലെത്തിയപ്പോൾ മനസ്സിൻ്റെ അബ്നോർമാലിറ്റി മാറി തുടങ്ങി. ഇപ്പോൾ സുഖം. മനസ്സ് ഒഴിഞ്ഞ വീട് പോലെ ശാന്തം. ശ്രീകുമാർ അതായിരുന്നല്ലേ ഭർത്താവിൻ്റെ പേര്? അത് മറന്നിട്ടില്ല? ഇല്ല. അദ്ദേഹം പുതിയ കൂട്ടുകാരിയുമായി ജീവിക്കുന്നു. പുള്ളിയും ബോംബെ വിട്ടു. ഇപ്പോൾ പുറത്തെവിടെയോ ആണെന്ന് കേൾക്കുന്നു. വിളിച്ചിട്ടില്ല, വിളിക്കുകയില്ല. ഞാൻ ബോംബെ വിടുന്ന ദിവസം തമ്മിൽ കണ്ടിരുന്നു. അവരൊരുമിച്ച് വന്ന് എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തന്നു. സത്യത്തിൽ they are made for each other. ഉറങ്ങിക്കോളൂ. താങ്ക്സ് ബാലൻ. ഇന്ന് നന്നായി ഉറങ്ങാൻ കഴിയും എനിക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഭർത്താവിനെ നഷ്ടപ്പെട്ടവൾ നാട്ടിൽ തിരിച്ചെത്തി പഴയ കാമുകനെ തേടിയിറങ്ങിയെന്ന് കേൾക്കുന്നവർ പറയും. എനിക്ക് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ സ്വയം പുച്ഛം തോന്നുന്നു. മണ്ണാങ്കട്ട ആരെ കേൾക്കുന്നവരും പറയുന്നവരും. ഭാര്യ ചീറ്റ് ചെയ്തിട്ട് മറ്റൊരുത്തിയുടെ കൂടെ പൊറുക്കുന്നവനെ കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ലേ? എന്തോ. പക്ഷെ ഒന്നുണ്ട് ജയശ്രീ, ഞാനൊന്നും പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. ഒന്നിച്ച് ചേരേണ്ടിയിരുന്ന കാലത്ത് സംഭവിക്കാത്തത് എന്തുകൊണ്ട് സംഭവിച്ചില്ല? രണ്ടെണ്ണത്തിനും ഗട്സ് ഇല്ലായിരുന്നു.
നിന്റെ അമ്മയുടെ പിടിവാശി, ബാലചന്ദ്രന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെയല്ലായിരുന്നോ തടസ്സം നിന്ന ഫാക്ടേഴ്സ്? ശരിയാണ്. പിന്നീട് ഓർക്കുമ്പോൾ അതെല്ലാം വളരെ നിസ്സാരമായി തോന്നിയിട്ടുണ്ട്. അത് കള. ഇനിയും ഒരുമിച്ച് ജീവിക്കാൻ ഒരു ചാൻസ് ഉണ്ടായാൽ ഡിസിഷൻ എടുക്കാൻ ധൈര്യം കാണിക്കണം രണ്ടുപേരും. അതേ എനിക്ക് പറയാനുള്ളൂ. ബാലനൊന്നും സൂചിപ്പിച്ചിട്ടില്ല അങ്ങനെ ചെയ്യുമെന്ന്. എനിക്ക് പ്രതീക്ഷകളുമില്ല. പറയും, നോക്കിക്കോ. അല്ലെങ്കിൽ അയാളും ഇങ്ങനെ തനിച്ച് കഴിയില്ലല്ലോ. ഫാത്തിമയെ ഡോക്ടറെ കാണിച്ചോ? കാണിച്ചു, ഇപ്പൊ വന്ന് കേറിയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? മൂപ്പരെ കൂടെ വലിയ ഡോക്ടർ ഉണ്ടേനി, ഓപ്പറേഷൻ ഉടനെ നടത്തണമെന്നാ പറഞ്ഞത്. പിന്നെന്താ ആലോചിക്കാൻ, പെട്ടെന്ന് നടത്താൻ നോക്കാം. എങ്ങനെ ശിവദാസ മൂപ്പരെ എന്തെടുത്ത് നടത്തണമെന്നാ പറയണേ? ഈ 2 സെന്റ് മണ്ണ് വിറ്റാലോ എന്ന് ആലോചിച്ച് കിടക്കേനി ഞാൻ. അല്ലാതെ ഒരു വഴി. ഞാൻ ജയശങ്കറിനെ ഒന്ന് കാണട്ടെ. എവിടെ ഫാത്തിമ? ആ എന്തായതൊരു ചൊടിയും ചുണയൊന്നും ഇല്ലാണ്ട്? എനിക്ക് സുഖമില്ല. അസുഖമൊക്കെ മാറാൻ പോവല്ലേ? ഒരു ചെറിയ ഓപ്പറേഷൻ, അത് കഴിയുമ്പോൾ എല്ലാം മാറും. മോളോട് സംസാരിക്കാൻ ഒരാൾ കാത്തിരിക്കുക. ലളിത, ആ ഫോണിങ്ങട്. ആരാ? നിന്റെ ചിത്രങ്ങൾ വാങ്ങിക്കുന്ന ആരാധകൻ ബാലേന്ദ്രൻ. ബാലേന്ദ്ര, ഞാൻ ഫാത്തിമയ്ക്ക് കൊടുക്കാം. ഞാൻ അപ്പുറത്ത് പോയി സംസാരിക്കട്ടെ? സ്വകാര്യാണല്ലേ, ആയിക്കോട്ടെ. ഫാത്തിമ. സാറേ. അയ്യേ, സാറെന്നൊന്നും വിളിക്കരുത്. ഞാൻ പിന്നെ എന്താ വിളിക്കുക? ഏതെങ്കിലും അനിയത്തി ഏട്ടനെ സാറിന് വിളിക്കുവോ? ഇല്ല. അപ്പൊ ഫാത്തിമയെ വിളിക്കാൻ പാടില്ല. എന്താ വിളിക്കണ്ടെന്ന് ഞാൻ ആലോചിച്ച് വെക്കണ്ട്. എന്നിട്ട് നേരിട്ട് കാണുമ്പോ വിളിക്കാട്ടോ. ശരി, പറ. പിന്നെ നാട്ടിൽ എന്തൊക്കെയാ വിശേഷം? ഒന്നുമില്ല, വീട്ടിലിരുന്ന് മടുത്ത്. സ്കൂളിൽ പോണം എനിക്ക്. പോവാലോ. ആ അസുഖം മുഴുവനായിട്ട് അങ്ങോട്ട് മാറട്ടെ, എന്നിട്ട് സ്കൂളിൽ പോവാം. എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫാത്തിമയ്ക്ക് എന്നെ വരയ്ക്കാൻ കഴിയുമോ? അമ്പോ, അതെങ്ങനെയാ? ശ്രമിച്ചു നോക്ക്. ശ്രമിച്ചു നോക്കാം. അതായിരിക്കട്ടെ അടുത്ത ചിത്രം. വെക്കട്ടെ. എത്രയും വേഗം സർജറി എന്ന് ഞാൻ പറയാൻ കാരണം രണ്ടാണ്. ഫസ്റ്റ് തിങ്, ഫാത്തിമയുടെ കണ്ടീഷൻ അത് ഡിമാൻഡ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ്ലി, എൻ്റെ പ്രൊഫസർ ഇപ്പോൾ നാട്ടിലുണ്ട്. ശിവസം കേട്ട് കാണും, ഡോക്ടർ തോമസ് മാത്യു. ഞാൻ അവളെ അദ്ദേഹത്തെ ഒന്ന് കാണിച്ചിരുന്നു. ബട്ട് ദ പ്രോബ്ലം ഇസ്, അദ്ദേഹം 10 ദിവസത്തിനുള്ളിൽ സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു പോകണം. അതിന് മുമ്പാണേൽ ഡോക്ടർ തന്നെ അത് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. സാറാവുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. 10 ദിവസം എല്ലാം കൂടെ എത്ര ചെലവ് വരും ജയശങ്കർ? അതിപ്പോൾ ഓൾമോസ്റ്റ് 3 lakhs. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കാല് പിടിച്ച് കൺസെഷൻ വാങ്ങിച്ചാലും ഇത്രയും തുക വരും. ഞാൻ നാളെ ജയശങ്കറിനെ വിളിക്കാം. ഒന്ന് എറണാകുളം വരെ പോകണം. ബാലേന്ദ്രനെ ഒന്ന് കാണട്ടെ. ഓക്കെ, വിളിക്കാം. മനുഷ്യർക്ക് രോഗങ്ങൾ വീതിച്ച് നൽകുന്ന കാര്യത്തിൽ ദൈവം എപ്പോഴും ക്രൂരനാണ്. ചായപ്പെൻസിൽ കൊണ്ട് കിളിമരങ്ങളുടെ ഇലയിലെ പച്ചയും ഓറഞ്ച് സൂര്യനെയും വരയ്ക്കുന്ന അവളുടെ പാവം തലച്ചോറിന്റെ ധമനികളെ പൊട്ടിക്കുന്ന നിഷ്ഠൂരത. കുഞ്ഞുങ്ങളെ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കരുതെന്ന് ഞാനും ലളിതയെ ഒരു തീരുമാനം എടുത്തിരുന്നു. ഫാത്തിമയെ കണ്ട ശേഷം ആ തീരുമാനത്തിൽ തന്നെ ഉറയ്ക്കാനാണ് തോന്നിയത്. അവളെ രക്ഷിക്കണം ശിവദാസ, അത് വേണം. ഞാനും ലളിതയുണ്ട് കൂടെ. ഞങ്ങളുടെ ദാരിദ്ര്യവും. മനസ്സ് മതി, പണം വരും. ആലിക്കോയുടെ വീടൊന്നു കൂടി വിളിക്കാൻ പറ്റാത്ത ആ കൂരയും 2 സെന്റ് മണ്ണും വിറ്റ പിന്നെ ആ കുടുംബം പെരുവഴിയില്ല. വിൽക്കാൻ എൻ്റെ കയ്യിലും മണ്ണേ ഉള്ളൂ. പണം നമുക്ക് റെഡിയാക്കാം. തൻ്റെ ഡോക്ടർ സുഹൃത്ത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ അത് നടക്കണം. വാക്കൊടുത്തു. നാട്ടിലെ വീടും പറമ്പും? അതെ. തിരിച്ച് നാട്ടിൽ പോയ ശേഷം ജീവിതം അവിടെയാക്കുന്ന കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതൊരു സ്വപ്നം, അതങ്ങ് മറക്കാം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. നമ്മുടെ സ്വന്തം എന്ന് പറയുന്നതിൽ നിന്നൊരു നിശ്ചയം. നടന്നും കിടന്നും ജീവിതം തീർക്കാൻ ലോകം ഇങ്ങനെ നീണ്ടു കിടക്കുമ്പോൾ എന്തിനാണ് ഒരു വീടിനകത്ത് വാതിൽ കൊട്ടി അടച്ചിരിക്കുന്നത്? ആലിക്കോയ മറ്റാരും ഇതറിയണ്ട. വെറുതെ ആ പാവങ്ങളെ വിഷമിപ്പിക്കണ്ട. എന്താ ഈ എഴുത്തിന്റെ ഡെവലപ്മെന്റ്സ്? മേശപ്പുറത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടല്ലോ കടലാസ് കെട്ട്. എഴുതാൻ കഴിയും
എന്ന നിലയിലേക്ക് മനസ്സ് രൂപപ്പെട്ടു. ഗുഡ്. പുറം ലോകം ഇതറിയുമ്പോൾ വലിയ പ്രസാദകന്മാർ തിരക്കി വരും. കിളിപ്പാട്ടിനെ മറക്കരുത്. എൻ്റെ ആഗ്രഹമൊന്നല്ല, ഇപ്പം ഞാൻ ജീവിക്കുന്നത് തന്നെ ഈ ഒരു സ്വപ്നത്തിൻ്റെ പുറത്താ. പക്ഷെ മറ്റാരോടെങ്കിലും കമ്മിറ്റ് ചെയ്യണമെന്നൊരവസ്ഥ വന്നാൽ മടിക്കണ്ട, എനിക്കിത് പുസ്തകമായി പുറത്തിറങ്ങി കണ്ടാലും മതി. എന്താടോ ഇങ്ങനെയൊക്കെ? പൂർത്തിയായാലുടൻ ഇത് തന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. ഇതാ മുറി. ലളിത പറഞ്ഞോളൂ. നീ അവരോട് പറ 25% റോയൽറ്റി ഒന്നും ചോദിക്കരുതെന്ന്. എടോ, നമുക്ക് അച്ചടി ചെലവ് പോലും കിട്ടില്ല. സാധാരണക്കാരന്റെ കയ്യിലെത്തേണ്ട പുസ്തകമാണ്. ചെറിയ വിലക്കേ വിൽക്കാൻ കഴിയൂ. എന്നാ പിന്നെ വല്ല മുണ്ടകോപനിഷത്തോ തൈത്തിരിയോപനിഷത്തോ റീപ്രിന്റ് ചെയ്യാം. അതാകുമ്പോൾ റോയൽറ്റി കൊടുക്കണ്ടല്ലോ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. സാറേ, പുറത്തുറക്കുന്ന കാര്യമാണല്ലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നാള് വശപ്പശകായ ഒരു ചേച്ചിയുടെ ഒരു കഥ വന്നായിരുന്നില്ലേ? ഏതോ ഒരു ജമീലാടെ എന്നെ സെയിലായിരുന്നു. ഇവിടെ തമ്മനത്തൊരു പാർട്ടിയുണ്ട്, പേര് ശാന്തമ്മ. ഞാൻ വേണമെങ്കിൽ പോയി വിളിച്ചോണ്ട് വരാം. സാറ് കഥ കേട്ട് ഇച്ചിരി മസാലയൊക്കെ ചേർത്തങ്ങ് തട്ട്. പൊത്തോ എപ്പോൾ വിറ്റ് തീർന്നു ചോദിച്ചാൽ മതി. അക്ഷരം മാത്രമല്ല, അമ്മിഞ്ഞപ്പാല് കൊണ്ട് പായസം വരെ ഉണ്ടാക്കി വിൽക്കുന്ന ഭീകര മലയാളിയുടെ സ്പെസിമനാ നീ. എനിക്കിപ്പോ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളേ ഉള്ളൂ, നിനക്കൊക്കെ അടിമുടി പ്രശ്നങ്ങളാ. മാറും. ചിലരിങ്ങനെ നന്നാകാലെന്ന് തീരുമാനം സ്വയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യാൻ നോക്കും. ശരിക്കും പിടിക്കുതാൻ അതാകും കൂടി എടുക്കുക. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അയ്യോ, അത് വീട്ടുകാർ കേട്ട് തെറ്റിയതാ. വിളിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. എനക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിന്. നിന്റെ അർജന്റ് പറ. അമ്മക്ക് ആ സ്ഥലം എത്രയും പെട്ടെന്ന് വിൽക്കണം. എന്താപ്പാ പെട്ടെന്ന്? പെട്ടെന്നൊന്നും നടക്കില്ല, അങ്ങനെ വിൽക്കാനും പറ്റൂല. ഇപ്പൊ തിരിഞ്ഞോ? ആശാനല്ല പറഞ്ഞത് വിക്ക്, അത് വിറ്റ് ഒഴിവാക്കുന്നു. ഓ, വരുമാനമാർഗം ക്ലോസ് ആവും അല്ലേ? നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പോലെ വിൽക്കണം കാമാരേട്ടാ, എന്ത് വിലയോ എനക്കറിയില്ല. പക്ഷെ നിങ്ങൾ എനിക്ക് 3 ലക്ഷം റുപ്യ അഡ്വാൻസ് വാങ്ങി തരണം. നടക്കുന്ന കാര്യം പറവാല. 3 ഉറുപ്പ്യൊന്നും പെട്ടെന്ന് ചോദിച്ചാൽ ആരും തരൂല. ഇതെത്ര അത്യാവശ്യം? നീ എന്ത് മംഗലം കഴിക്കാൻ പോകുന്നുണ്ടോ? അതൊക്കെ ഞാൻ പറയാം. കമ്മാരേട്ടൻ ഇതൊന്നും സാധിച്ചു തരും. ഞാൻ നോക്കാം. എല്ലും പൊടിന്റെ ഒരു മണം ഛർദിക്കാൻ വരുമോ മനുഷ്യന്? എന്നെ സമ്മതിക്കണം ഇതിന്റെ ഇടയിൽ. ഹലോ. യെസ് സാഹിത്യകാര, എന്ത് സംഭവിക്കുന്നു അവിടെ? ഈ സത്രത്തിൽ ഇത് രചനയുടെ വസന്തകാലമല്ലേ? എഴുത്ത് വളരെ 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 നന്നായി നടക്കുന്നു. ദാറ്റ് സൗണ്ട്സ് ഗുഡ്. പുസ്തകം പൂർത്തിയായാല് അത് ശിവദാസിന് സമർപ്പിക്കണം കേട്ടോ. അയാളുടെ പ്രാർത്ഥനയാണ് എല്ലാ ബ്ലോഗ്സും മാറി വീണ്ടും എഴുതി തുടങ്ങിയത്. അയാളെന്റെ പ്രസാധകനല്ലേ? സമർപ്പണം പത്മ എന്ന കൂട്ടുകാരിക്ക്. എന്റെ അമ്മേ, അത്രയ്ക്കുള്ള മഹത്വമൊക്കെ എനിക്കുണ്ടോ? 100 years of solitude അല്ല തനിക്ക് സമർപ്പിക്കുന്നത്. ഇത് കേവലം ബാലചന്ദ്രന് കേവലം ഒരു പുസ്തകം. പുസ്തകമെന്നാ എൻ്റെ ലോഡ്ജിലെ ബാബു പറയുക. സാറേ, പുസ്തകം എഴുതുവാന്നോ? ഈശ്വര, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം ഓർത്തു. തനിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. എംഫിലുകാർ, അതായത് എൻ്റെ ബാച്ച്, താൻ ജോയിൻ ചെയ്യുന്ന കാലത്താ തന്നെ പിടിച്ചുകൊണ്ടുവന്നൊരു പാട്ട് പഠിച്ചു. ഓർക്കുന്നോ? പിന്നല്ലാതെ മറക്കോ? പേടിച്ച് വരണ്ട്. ആകെ മനുഷ്യത്വമുള്ള ഒരു മുഖം അവിടെ കണ്ടത് ബാലന്റെ ആയിരുന്നു. ഓർമ്മയുണ്ടോ? ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെയാ ഞാൻ പാടിയത്. എത്ര ഓർത്തിട്ടും ആ പാട്ട് എനിക്ക് കിട്ടുന്നില്ല. പഴയ സിനിമയാ, മെയിൽ വോയിസിലാണ് പാട്ട്, അതറിയാം. തലത് മെഹ്മൂദാണ് പാടിയത്. ജൽത്തെ ഹേ ജിസ്കേ ലിയേ. ഒന്ന് മൂളാമോ? മൂളാം, പക്ഷേ 23 വയസ്സുകാരി പെൺകുട്ടിയല്ല പാടുന്നതെന്ന് ഓർമ്മ വേണം. കേൾക്കുന്ന കാതിനുമുണ്ട് അത്യാവശ്യം പ്രായമൊക്കെ. അതുകൊണ്ട് മുൻകൂർ ജാമ്യമൊന്നും വേണ്ട. പാട് പാട്. വിൽ ട്രൈ. जलते हैं जिसके लिए तेरी आँखों के दिए ढूलाया हूँ वही गीत मैं तेरे लिए. जलते हैं जिसके लिए तेरी
जलते हैं जिसके लिए जब तलक नाए तेरे रस के भरे होठों से मिले यूं ही आवारा जुल्फों के तले जब तलक नाए तेरे रस के भरे होठों से मिले यूं ही आवारा फिरे गाए तेरे जुल्फों के तले गाए जाऊंगा यही गीत मैं तेरे लिए जलते हैं जिसके लिए तेरी आँखों के दिए ढूंढ आया हूँ वही गीत मैं जलते हैं जिसके ബാലേന്ദ്ര, ശിവദാസന, മൂന്നാല് നാളായി മുറിക്ക് പുറത്തിറങ്ങിയിട്ടെന്ന് ബാബു പറഞ്ഞു. എന്റെ പ്രസാദക തീർന്ന ലക്ഷണമുണ്ടല്ലോ. അത് പൂർത്തിയായി. ചില മിനുക്കുപണികൾ, തിരുത്തലുകൾ, അത്രേ വേണ്ടു. വാ, നമുക്ക് സൂര്യപ്രകാശമുള്ള എവിടെയെങ്കിലും പോവാം. ഇതൊന്ന് ആഘോഷിക്കണം. എനിക്കൊരു കോപ്പ് മദ്യം വേണം. മനുഷ്യർ ചിതറി നിൽക്കുന്ന എങ്ങോട്ടെങ്കിലും എന്നെ കൊണ്ടുപോക്കില്ലേ. പത്മ, യെസ്, ഞാൻ വരുന്നു കോഴിക്കോട്ടേക്ക്. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. അതെ, ഈ 19th. ശരി, വന്നിട്ടുള്ള കാര്യങ്ങൾ പറയൂ. കാര്യങ്ങൾ: നോവലിന്റെ മാനുസ്ക്രിപ്റ്റ് ശിവദാസിന് കൊടുക്കണം. പിന്നെ ഫാത്തിമയുടെ ഓപ്പറേഷനുള്ള പണം ആ കുടുംബത്തിന് ഏൽപ്പിക്കണം. പിന്നെ അതാണ് എനിക്ക് അറിയേണ്ടത്. സോറി, ഞാൻ കുറച്ച് സെൽഫിഷാണ്. പിന്നെ തീർച്ചയായിട്ടും പത്മാലക്ഷ്മി നിന്നെ കാണണം. പത്മാലക്ഷ്മി സൽമാൻ റുഷ്ദിയുടെ കൂട്ടുകാരിയാ. ഞാൻ വെറും പത്മയാണ്. ശരി, വെറും പത്മയെ നിന്നെ കാണണം. Then ഞാൻ അവിടം വിട്ടൊരു യാത്ര പോകും. ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചിട്ടില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമായ ഒരു യാത്ര. അറിയതേ? യെസ്, പറയൂ. യാത്ര പോന്നു. എന്താ, നല്ലതല്ലേ? തീർച്ചയായും. കൂടെ വരുന്നോ? എന്താ? കൂടെ വരുന്നോന്ന്. എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? നീ ഞാനും കൂടെ പോകുന്നുവെന്ന് പറഞ്ഞു കേൾക്കാനായിരുന്നു ഇഷ്ടം. ശരി, ആ ഇഷ്ടത്തിന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എവിടേക്ക് പോവാം? മഹാബലിപുരം. പഴയ യാത്ര, ക്യാമ്പസിൽ നിന്ന് പോയ. അതെ. ശരി, അവിടെ നിന്ന് തന്നെ തുടങ്ങാം. കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്കിടയിൽ ഇന്നും ബാക്കിയുണ്ടായ ഇഷ്ടം. എങ്കിൽ ആ യാത്ര നമുക്ക് നീട്ടാം, മരണം വേർപിരിക്കും വരെ. ഓ, നമ്മൾ ഒളിച്ചോടുന്ന കുട്ടികളല്ല. അല്ല, ഇനിയുള്ള കാലത്തെ ജീവിതമെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വൈകി യാത്ര പോകുന്ന രണ്ടുപേർ. ഇനി അതിന്റെ മുഴുവൻ പ്ലാനിങ്ങും എനിക്ക് വിടൂ. ഐ വിൽ ഡു ദാറ്റ്. സമ്മതം. സെല്ലബിൾ എന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ കണ്ടന്റിന്റെ മഹത്വം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, കച്ചവടമാവണം. ഈ രംഗത്ത് നിന്റെ തന്നെ അനുഭവങ്ങൾ മതിയല്ലോ. ഞാൻ എന്തിനാ കൂടുതൽ പറയുന്നത്? ശരിയാണ് ഹൈദരെ. നല്ല പുസ്തകങ്ങളോടുള്ള എൻ്റെ താല്പര്യവും കമ്മിറ്റ്മെൻറ്റും എനിക്ക് നഷ്ടക്കച്ചവടത്തിൻ്റെ കണക്കുകൾ മാത്രമേ തിരികെ തന്നിട്ടുള്ളൂ. എങ്കിലും ഈ ഒരു വർക്ക് കൂടി എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. ഇതും കൂടെ സ്വീകരിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. നീ ഇത്ര കോൺഫിഡൻസ് കാണിക്കാൻ മാത്രം?
എൻ്റെ അറിവിൽ CP വാസുദേവനേക്കാളും മികച്ചൊരു വായനക്കാരൻ മലയാളത്തിലില്ല. പിന്നെ നമുക്കും ഇല്ല ഇഷ്ടം ഒരു ജഡ്ജ്മെന്റ് ഒക്കെ. ഏതാണ്ട് 3/4 ഭാഗം ഞാൻ വായിച്ചതല്ലേ. എന്താ സംഭവത്തിന്റെ ഒരു ലൈൻ? മലയാളത്തിൽ എഴുതുന്നേ ഉള്ളൂ ഹൈദരെ. അതൊരു ഇന്ത്യൻ നോവല. ഇന്ത്യൻ അവസ്ഥ. വർഗ സമരങ്ങൾ പിൻവാങ്ങിയ മണ്ണിൽ വർഗീയ സമരങ്ങൾ സംഘടിപ്പിക്കുന്നവരുടെ അജണ്ടയ്ക്കെതിരെ ജാഗ്രത ആവേണ്ടതിന്റെ ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണത്. അങ്ങനെ ഒരു വർക്ക് ഉണ്ടാകേണ്ട കാലമാണിത്. നമ്മുടെ നാടാകെ ബോറായിക്കൊണ്ടിരിക്കുക. മുസ്ലിമും ഹിന്ദുവുമായി ഞാനും നീയൊക്കെ ലേബലടിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു വഷളം കാലത്തായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ജീവിക്കുക എന്ന് ഓർക്കുമ്പോൾ പേടിയാവുന്ന ഇഷ്ടം. ഫണ്ട് ഞാൻ തരാം ദാസ, സംഗതി നീ ഇറക്ക്. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ആവും. ലളിത വന്നല്ലോ, നമുക്കിറങ്ങാം. ഹൈദർ കാശ് കൊടുക്കാൻ തീരുമാനിച്ചോ? എന്തേ? അല്ല, ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ? ഇത്തവണ ഇവൻ സക്സസ് ആവും ലളിത. ഹൈദരെ നമുക്ക് പോവാം. വന്ന് ഇവളാണ് ഇപ്പൊ പ്രധാന ഭാര. വല്ല ബ്ലേഡുകാരനെയും കൂടെ കഴിയേണ്ടവളാ. പണമായിട്ട് എന്നെ കിട്ടി. 3 2 തരാൻ കഴിയുമെന്ന് വാശി പിടിച്ച് ഞാൻ ചോർജ് പിടിച്ചപ്പോ ഓനൊരു ബൈക്കായി. അത് നന്നായി. നിന്റെ പറമ്പിന്റെ ആധാരം കൊടുക്കേണ്ടി വന്നു ഒരു ഉറപ്പിന്. പേടിക്കാനില്ലപ്പ, റേസറിന്റെ സമയത്ത് തിരിച്ചു തരും. അല്ല കുഞ്ഞിമോനെ, നീ എന്തെന്നാടാ ഈ കണ്ട കടലാസിലുള്ള ഇത് കൂട്ടുന്നത്? ഒരു നോവലാ കമ്മാരേട്ടാ. ഓ, അതിൻ്റെ ഒരു കുറവേ എനക്ക് ഉണ്ടായിരുന്നുള്ളു. അതുപോട്ട് നിനക്കെന്താ പണത്തിന്റെ അത്യാവശ്യം? അത് കോഴിക്കോട്ട് ഒരു കുട്ടി താഴത്ത് നമ്പോലം ബാബു പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. നിനക്കെന്താടാ നട്ടപ്രാന്തുണ്ടോ? ഏതോ നാട്ടിലെ മാപ്പിളച്ചി കുട്ടിക്കും വേണ്ടി ആകെയുള്ള സമ്പാദ്യം വിറ്റ് തുറക്കുക. പാവങ്ങളെ സഹായിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അത് ഈ മണ്ണിൽ ആകെയുള്ള വേര് മുറിച്ച് ഇളക്കിയിട്ട് വേണ നിന്റെ തലേൻ്റെ ആണി ഇളകിപ്പോയടാ. ആകെയുള്ള വേര് തന്നെ കമ്മാരേട്ടാ. മുറിച്ചിളക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ കമ്മാരേട്ടന് ഓർമ്മ ഉണ്ടല്ലോ, എൻ്റെ അമ്മ ചോര വാർന്ന് ചത്തോണ്ടിരിക്കുമ്പോൾ എന്താക്കണ്ടെന്നറിയാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വിളക്കും വെളിച്ചമില്ലാത്ത വഴിയിലൂടെ ഓടി വന്ന് വീണത് നിങ്ങളെ കാലുമ്മല്. എൻ്റെ അമ്മ മരിച്ചെന്നോ മരിക്കാൻ പോടുന്നോ മറ്റോ ഞാൻ പറഞ്ഞിനി. നിങ്ങളെന്നെ കോരിയെടുത്തത് എൻ്റെ ജാതി മതം ചോദിച്ചിട്ടല്ലല്ലോ. എന്തോ എനക്കറിയില്ല. നിന്റെ മണ്ണ്, നിന്റെ പൈസ, നിനക്കുള്ള ലോകബലിയൊന്നും എനക്കില്ല. നീ പറയണത് നിന്റെ ശരി. ഈ പണം കൊണ്ട് ആ കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? ചിലപ്പോൾ വയസ്സാം കാലത്ത് ഇന്നെ പോറ്റാൻ ആ കുട്ടി ഉണ്ടാവില്ലെന്ന് ആർക്കാ പറയാൻ കഴിയും? ആയിക്കോട്ടപ്പാ, പക്ഷെ നീ ഇങ്ങനെ ഒറ്റാന്തടിയായിട്ട് എത്ര കാലാടാ? നിനക്കും വേണ്ട ഒരു തോണ. വൈകാണ്ട് അങ്ങനെ സംഭവിച്ചു കൂടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അവളെയും കുട്ടി ആദ്യം ഞാൻ വരുന്നത് നിങ്ങളെ വീട്ടിൽ വരുന്നതായിരിക്കും. എന്താ? എൻ്റെ അടുത്തല്ലാണ്ട് നീ ഏടാ പോവുക? ഇതന്നെയല്ലേ കമ്മാരേട്ടാ ശരിക്കുള്ള സ്നേഹം. നോട്ട് കെട്ടുകൊണ്ടും പൊന്നുകൊണ്ടും പറമ്പടന്നിട്ടും തിരിച്ചു വാങ്ങാൻ പറ്റാത്ത സ്നേഹം. നമുക്കത് മതി. കൊടുത്തും വാങ്ങിയും നമുക്ക് അതുകൊണ്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് ജീവിക്കാം. അത്രക്കൊക്കെ ഉള്ള കാലല്ലേ ബാക്കിയുള്ളൂ. ബാലേന്ദ്രൻ ഇങ്ങോട്ടിരി. വേണ്ട, അത്യാവശ്യത്തിന് പെട്രോളോട് വേണ്ടി. ഒരു 3 ലോഡ് കിട്ടി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ തൃപ്പൂണിത്തറ ചോറ്റാനിക്കര മാമല ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൊടുത്തില്ലെങ്കിൽ അവർ കച്ചവടക്കാർ പിന്നെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഹലോ, അയച്ചിട്ടുണ്ടല്ലോ. സാധനമുണ്ട്. ഇരിക്കൂ ബാലേന്ദ്രൻ. എന്താ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല സാർ, ഞാൻ റിസൈൻ ചെയ്യാണ്. എന്തു പറ്റി? ബെറ്റർ ഓഫർ എന്തെങ്കിലും? ഇല്ല, ഒന്നിനും ശ്രമിച്ചിട്ടില്ല. പിന്നെ ഫുൾ ടൈം എഴുത്തുകാരനാവാനുള്ള പ്ലാനാണോ? ഒരു മാറ്റം വേണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. തനിക്കൊക്കെ പറ്റും. ഫാമിലിയും പ്രാരാബ്ദങ്ങളും ഒന്നും ഇല്ലല്ലോ. ഒരു റീത്തിങ് കൊണ്ടായാലും ഇങ്ങോട്ട് വരാം. അല്ല തിരിച്ചിങ്ങോട്ട് ഇല്ലാന്നാണെങ്കിൽ ഹെഡ് ഓഫീസിൽ പ്രഷർ ചെയ്ത് മാക്സിമം ബെനിഫിറ്റ് വാങ്ങിത്തരാം. സാറിൻ്റെ ഇഷ്ടം. ഇറങ്ങട്ടെ സാർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. ബാലചന്ദ്രനാണ്. പറഞ്ഞോളൂ. ജോലി രാജിവെക്കൽ കർമ്മം കഴിഞ്ഞു. നന്നായി. ഇനി പുതിയ ജീവിതമാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ 7:30 ട്രെയിനിൽ ഞാൻ കയറുന്നു. സ്റ്റേഷനിൽ ഞാൻ ഉണ്ടാവും. പിന്നെ നാളെ 4 മണിക്കാണ് പത്രസമ്മേളനം.
CP വലിയ ഉത്സാഹത്തിലാണ്. ഞാനൊന്ന് മുഖം കാണിച്ച് രക്ഷപ്പെടും, സഹായിക്കണം. വളരെ ഇൻഫോർമൽ ആയിരിക്കും പ്രസ് മീറ്റ്. നോവലിന്റെ ടൈറ്റിൽ പറഞ്ഞില്ല. കുറച്ച് മണിക്കൂറുകൾ കൂടി ക്ഷമിക്ക്. ശരി, കാത്തിരിക്കുന്നു. ഞാനും ഈ നഗരവും എന്റെ പ്രണയവും. ശരി. മാറി നിൽക്കണം അങ്ങോട്ട്. മാറേ എല്ലാരും മാറിക്കേ മാറിക്കേ മാറിക്കേ. ഒതുങ്ങി നിൽക്കണേ. ഒന്നും കിട്ടിയിട്ടില്ല. ഈ ചെറുപ്പം ആശുപത്രി സാറും സംസാരിച്ചു നോക്കി. എന്താണ് എന്റെ പേര്? ബാബു. എന്ത് ബാബു? ജാതി മതമൊക്കെ അറിയാവുന്ന രീതിയിൽ പറയടാ. ഫിറോസ് ബാബു. ഫിറോസ് ബാബു. ഇവനെ എടുത്ത് വണ്ടിയിലിട്. രജിസ്റ്റർ ബുക്ക് ഉണ്ടോടാ? ഉണ്ട് സാറേ. ആ, എങ്കിൽ അതും എടുത്തോ. ശരി സാർ. നടക്കടാ. സാറേ, എന്തിനാ ബാബനെ കൊണ്ടുപോയത്? ഈ ലൈനിൽ ഏതോ ലോഡ്ജിൽ RDX ഇറക്കിയിട്ടുണ്ടത്രേ. പോലീസുകാർ എല്ലാ മുറികളും കയറി നോക്കി, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. സാർ, ഞാൻ ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ, കടവന്ത്ര TD റോഡിലെ പാലസ് ലോഡ്ജിൽ താമസിക്കുന്നു. അതിനെ അവിടുത്തെ ഒരു ജോലിക്കാരൻ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓ, താൻ അതിന്റെ കാര്യം അറിയാൻ വന്നതാണോ? അല്ല സാർ, അവിടെ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. ആ, താൻ അകത്തോട്ട് ചോദിക്കേ. എന്താണ്? SI. SI? SI? ഇവിടെ ഇപ്പൊ 2 പേരുണ്ട്. അവർക്ക് ഓരോ പേരുണ്ട്. അതിൽ തനിക്ക് ആരെ കാണേണ്ടത്? ആ സാറിനെ. പുള്ളിക്കാരനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കണോ? അങ്ങനെ ചെല്ലടോ. ആരാ? സാർ, ഞാൻ കടവന്ത്ര TD റോഡിലെ പാലസ് ലോഡ്ജിൽ നിന്ന് വരാം. അവിടുത്തെ ബാബു എന്ന് പറയുന്ന പയ്യനെ ഇവിടെ. നീ അവന്റെ ആരാ? ഞാനവിടെ താമസിക്കുന്ന ആളാണ് സാർ. എന്തിനാണ് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതെന്ന് അറിയാനും തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വിളിച്ചോണ്ട് പോകാനും. ഓ, വിളിച്ചോണ്ട് പോകാൻ വന്നാണല്ലേ? അവിടെ ഉണ്ടാവൻ. സാർ, അനുവാദം തരാതെ എനിക്ക് കഴിയില്ലല്ലോ സാർ. അപ്പൊ അറിയാം അതിന്റെയൊക്കെ സാമാന്യ മര്യാദകൾ. പുറത്തു പോയി നിൽക്കടാ. CI ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. മനസ്സിലായ സാർ? CI പുറത്തു പോവാൻ പറഞ്ഞാ പോണം. CI ഫ്രീ ആകുമ്പോ വിളിപ്പിക്കും. പോടാ. ഇങ്ങോട്ട് മാറിയില്ലേ?
ഓക്കെ ഞാൻ ശരിയാക്കാം. ഞാൻ വിളിക്കാം. സി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആ സാർ എൻ്റെ വണ്ടി പോ. വേണ്ട, ഇവിടെ അടുത്തല്ലേ, ഞാൻ വണ്ടിയിൽ വന്നോളാം. സാർ, സി ഐ ഫ്രീ ആയോന്നറിയാൻ. താൻ ഏത് മറ്റേടത്തുകാരനോടോ സി എ തന്റെ മുന്നിലൂടെയല്ലേ വണ്ടി കയറി പോയത്? അറിയില്ലായിരുന്നു സാർ. അദ്ദേഹം എപ്പോഴാണ്? അതൊന്നും പറയാൻ പറ്റത്തില്ല. താൻ ആ എസ് ഐ നാടാർ സാറിനെ ചെന്ന് കാണും. ചെല്ല്. സാർ, ഞാൻ ബാലേന്ദ്രൻ. കടവന്തര ടി ഡി റോഡിലെ പാലസ് ലോഡ്ജിൽ താമസിക്കുന്നയാളാ. അവിടുത്തെ ഒരു പയ്യനെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തോന്നടേ ഈ പെട്ടിയിലെ? ഡ്രസ്സും സാധനങ്ങളുമാണ്. ഞാൻ ഈ 7:30 ട്രെയിനിൽ കോഴിക്കോട്ടേക്ക് പോകേണ്ടതായിരുന്നു. ബാബുവിന്റെ വിവരം നിറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ട്രെയിനെങ്കിലും മിസ്സാവില്ലായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയ പ്രമോദേ, ആ നോർത്ത് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചാണ്. സാറിന് വടക്കോട്ട് പോകാനുള്ള വണ്ടി ഒന്ന് പിടിച്ചിടാൻ പറ. പെട്ടി ഇങ്ങോട്ടെടുത്ത് വേടായി. ഡേ, ഒന്ന് തുറന്നാണ്. ഇതെന്തോന്നടേ? കുറച്ച് പണമാണ് സാർ. എത്ര ഉണ്ടടേ? 3 ലക്ഷം. ഇതിനാണടേ കൊരച്ചി പണം എന്ന് പറഞ്ഞത്? നീ ആള് വലിയ പുള്ളിയാണല്ലേ. നിനക്ക് എന്താന്നടേ പണി? ഞാനിവിടെ ആസാദ് ഫെർട്ടിലൈസേഴ്സിൽ. മുതലാളിയാ? അല്ല, ജോലിക്കാരനാ. ഇതെവിടെന്നടേ ഈ പണം? നാട്ടിലെ സ്ഥലം വിറ്റ് കിട്ടിയതിന്റെ അഡ്വാൻസ് ആണ് സാർ. ഇതും കൊണ്ട് നീ കോഴിക്കോട്ട് എന്തിനു പോണ്? അത് പറയടാ, നിനക്ക് കുഴലിന്റെ ഇടപാടുണ്ടോ? ഇല്ല സാർ. പിന്നെ ഈ പണം നീ എവിടെ എന്തിനു കൊണ്ടുപോകണം? പറയടാ. അതൊരു കുട്ടിയുടെ ചികിത്സയ്ക്കായി. നാളെ അവൾക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. ഏതാണ്ട് ഈ അവള്? എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയാണ് സാർ. അതിന് പേരില്ലേടേ? ഫാത്തിമ. ഫാത്തിമ? നിന്റെ പേര് എന്തെന്ന് പറഞ്ഞ? ബാലേന്ദ്രൻ. ബാലേന്ദ്രൻ. ഡോ, യേശുക്രിസ്തുവിനെ കുരി എന്നൊക്കെ പറഞ്ഞ ചുമ്മാടേ. ഇതാ കാണണമെങ്കിൽ കണ്ടോ. പാത്തുമ്മേരെ ചികിത്സക്ക് ബാലേന്ദ്രൻ കാശും കൊണ്ട് പോണടേ. സാർ, കളിയാക്കരുത്. ഞാൻ പറഞ്ഞ സത്യമാണ്. ഇതല്ല സാർ പോലീസിന്റെ ഡ്യൂട്ടി, അല്ലെങ്കിൽ സ്റ്റേഷനിൽ വരുന്ന പാവങ്ങളോടുള്ള സമീപനം. എവനെ മാറ്റി നിർത്തിയാണ്. ഈ പെട്ടിയെടുത്ത് ഷോറൂമിലായി. സാർ, എന്തിനായിരുന്നു സാറേ? സാറിന് ആ ട്രെയിനിനങ്ങ് പോകാമായിരുന്നില്ലേ? ഒരു ട്രെയിൻ മിസ്സായി മറ്റൊരു ട്രെയിൻ കിട്ടും. നിനക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാതെ പോവോ ഞാൻ? സാറിൻ്റെ കയ്യിൽ മൊബൈലുണ്ടോ? എൻ്റെ മൊബൈൽ ഒരു പിടിച്ചു മേടിച്ചു. എന്തിനാ ഫോൺ? സാറിൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും സാറേ. ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ പറ വന്നിട്ട്. ഞാൻ ആരെയാ? ശിവദാസനെ വിളിച്ച് പറയാം. അയാൾക്ക് പരിചയമുള്ള ആരെങ്കിലും കാണും. പാട്ടി കഴിവട മോനെ. ആരാടാ വിളിക്കണ? എടാ, ആര് വിചാരിക്കുന്ന കാര്യമുണ്ടാ? നിന്നെ ഇതിന്റെ അകത്തെടുത്തിട്ടാ ഞാൻ തന്നെ വിചാരിക്കണ നീ ഇവിടെ നിന്ന് പോണാങ്കി. ഈ ഊത്ത് പയൽ നിന്റെ ആടേ? സാറ് ചോദിച്ചില്ലേ ഇവനെൻ്റെ ആരാണെന്ന്? ഇവനെൻ്റെ അനിയനാണ് സാർ. നാളത്തെ ഓപ്പറേഷൻ ഞാൻ പണവും കൊണ്ട് ചെല്ലുന്ന കാത്തിരിക്കുന്ന ഫാത്തിമ എൻ്റെ അനിയത്തിയാണ്. ബാലചന്ദ്രന് ഫാത്തിമ എന്ന അനിയത്തി കുറേ കാലം മുമ്പ് വരെ ഈ നാട്ടിലൊരു അത്ഭുതമായിരുന്നില്ല. 6 വർഷമായി ഞാൻ അവനെ അറിയുന്നത് ബാബു എന്ന പേരിലാണ്. അവൻ്റെ ജാതി മതമൊക്കെ ഞാൻ ഇന്നാണ് കേൾക്കുന്നത്. ആ പെട്ടിക്കകത്ത് 3 ലക്ഷമല്ല
3 കോടി പകരം തന്നാലും നഷ്ടപ്പെടാൻ വയ്യാത്ത ഒരു കെട്ട് കടലാസുകളുണ്ട്. അതെന്താണെന്ന് അറിയില്ലല്ലോ സാറിന്. രാവും പകലും ഞാൻ നെഞ്ചിലെ നോവായി കൊണ്ടു നടന്ന് അക്ഷരങ്ങളായി വാക്കുകളായി പകർത്തിയ എൻ്റെ സങ്കല്പങ്ങൾ, എൻ്റെ സന്ദേഹങ്ങൾ, ഉത്കണ്ഠകൾ, എൻ്റെ കണ്ണീര്, ഭ്രാന്ത്, എൻ്റെ സ്വപ്നങ്ങൾ. എന്ത് കുറ്റം ചെയ്തിട്ടാണ് അവനെവിടെ തടവിൽ വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നവനാണ് ഞാൻ. അതിനുള്ള അവകാശം പോലും നിഷേധിക്കാൻ മാത്രം ഈ നാട്ടിൽ എന്താണ് സാർ സംഭവിച്ചത്? ദേഹോപദ്രവം ഏൽപ്പിച്ചതുകൊണ്ടോ പുലഭ്യം പറഞ്ഞതുകൊണ്ടോ എന്നെ നിശബ്ദനാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, ഞാൻ ആരെ വേദനിപ്പിച്ചിട്ടില്ല, ഞാനൊരു കുറ്റവാളിയല്ല. നന്മയിലും സത്യത്തിലും ഇനിയും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് സാർ ഞാൻ. ഇയാളെയും ആ ലോഡ്ജിലെ പയ്യനെയും പറഞ്ഞോട്ടേക്ക് സാർ. എന്നിട്ട് താൻ്റെ മുറിയിലിട്ട് വാ. സാറിനെ ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. സാറിന് ജീവിക്കാൻ അറിയില്ലെന്നൊക്കെ. എൻ്റെ വിവരദോഷമായിട്ട് പുറത്തേക്കണം സാറേ. സാറിന്ന് കാണിച്ച സ്നേഹമൊന്നും ഞാൻ എങ്ങും കണ്ടിട്ടില്ല, ഒരാളും കാണിക്കുകയില്ല. ആരിൽ നിന്നെല്ലാമോ എനിക്ക് കിട്ടിയ സ്നേഹമാണ് ഞാൻ നിനക്ക് തന്നത്. അത് നിന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അങ്ങനെ പകർന്നു നൽകുന്ന സ്നേഹമാണ് ബാബു ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്നത്. സാറിനെ കാത്തിരിക്കുന്നവർ. ഞാൻ എത്തുമല്ലോ ബാബു സമയത്തിന് തന്നെ. ഫാത്തിമയുടെ ഓപ്പറേഷൻ സമയത്ത് നടക്കും. എഴുതി പൂർത്തിയാക്കിയ നോവൽ ഞാൻ ശിവദാസനെ ഏൽപ്പിക്കും. പിന്നെ ഞാനും പത്മയും കൂടെ നടത്തുന്ന യാത്ര, അതും സമയം തെറ്റും. ആ ചേച്ചിയെ സാറ് കല്യാണം കഴിക്കണം, എന്നിട്ട് തിരക്കൊഴിയുമ്പോൾ ഇങ്ങോട്ട് വരണം. സാറിന് മുറിയാൻ ആർക്കും കൊടുക്കുകയല്ല. പുസ്തകങ്ങളൊന്നും ചിതലിരിക്കാൻ വിടാതെ നോക്കിക്കൊള്ളാം. ഇത് വർക്ക് ചെയ്യുന്നില്ല സാറേ. കൊല്ലൻ SI. സാരമില്ല, റിപ്പയർ ചെയ്യാലോ. ഓട്ടോ എന്താടാ? 2:30 ബസ് ഫുള്ളാ. 3 രൂപേന്റെ പ്രൈവറ്റ്, അതിനെ ടിക്കറ്റ് കിട്ടിയുള്ളൂ. ടിക്കറ്റ് ഞാൻ വരും ബാബു. അതെന്താണെന്നറിയില്ല. നിനക്ക് നല്ലത് വരും. നല്ലതേ ചിന്തിക്കാവൂ, പ്രവർത്തിക്കാവൂ. നന്മ അത് ദൈവത്തിൻ്റെ മറ്റൊരു പേരാണ്. വരട്ടെ. എൻ്റെ മോളെ കാത്ത് രക്ഷിക്കണേ റബ്ബേ. പെടുത്തരുത് അല്ലാ റബ്ബേ. പഠിച്ച തമ്പുരാനെ ഞങ്ങളെ അടങ്ങാറാക്കല്ല റബ്ബേ. പഠിച്ചാനെ ഫാത്തിമോ മോളെ. എന്തേ? എനിക്ക് പേടിയാവണം. എന്തിനാ? പഠിച്ചോന്ന് വിചാരിച്ച് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. പഠിപ്പും വിവരമുള്ള ഡോക്ടർമാരല്ലേ, അവർ തന്ന ഉറപ്പാ. സന്തോഷമായിട്ട് നമുക്ക് നമ്മളെ കുട്ടീനെ അങ്ങോട്ട് ഏൽപ്പിക്കാം. ബാലേന്ദ്ര മൂപ്പര് പൈസയും കൊണ്ട് ആസ്പത്രിയിൽ വരൂല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്. നമ്മളെ കുട്ടി ഭാഗ്യമുള്ളോളാ. അല്ലാതെ ഏതെങ്കിലും നാട്ടിൽ കേൾക്കുന്ന മനുഷ്യൻ ലക്ഷക്കണക്കിൽ ഉറുപ്പിക നമ്മളെ സഹായിക്കോ? ഈ ഇനി കാര്യം പിടിച്ച് അതിനെ ബേജാറാക്കല്ലേ. വല്യമ്മി, ഇത് മതി കുപ്പായം, അല്ലെങ്കിൽ ഞാൻ ആ ചോന്ന് തരണോ? ഇത് മതി മോളെ, ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട്. വല്യമ്മ എന്തിനാ കരയുന്നത്? ഇല്ല മോളെ, വല്യമ്മ കരഞ്ഞിട്ടില്ല. വല്യമ്മ പേടിക്കണ്ട, ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖേടൊക്കെ മാറി ഞാൻ സ്കൂളിൽ പോകൂട്ടോ. അങ്ങനെ പറഞ്ഞോളൂ മോളെ. ഇയാത്തു വഹിക്കണ്ട, അറിയിക്കോ.
ബാലേന്ദ്രൻ എത്ര മണിക്ക് എത്തും? 10 മണിക്ക് മുമ്പ് എത്തണം. അയാളുടെ മൊബൈൽ ചത്തുപോയിന്നാ തോന്നുന്നത്. പത്മയൊന്ന് വിളിക്കാം. കൊള്ളാവുന്ന എഴുത്തുകാരുടെ വർക്കുകൾ കിട്ടാതായപ്പോ ശിവദാസൻ എഴുത്തുകാരെ സൃഷ്ടിക്കുന്ന പണി തുടങ്ങിയെന്നാ പൊതുജനം. 6 മാസം കൂടുമ്പം നിരൂതയുടെ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ നീ അയാൾക്ക് ഹോട്ടൽ മഹാറാണിയിൽ റൂം എടുത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. ശിവദാസനും കിളിപ്പാട്ടും പരാജയത്തിന്റെ ഭൂതകാല ചരിത്രം തിരുത്താൻ പോവുകയാണ്. കമന്റുകൾ എന്നെ ബാധിക്കാറില്ല മോളെ, പറയുന്നവർ പറഞ്ഞോട്ടെ. ഗുഡ് മോർണിംഗ് പത്മ. എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? എത്തിയിട്ടില്ല. 7 മണിയുടെ ട്രെയിൻ മിസ്സായ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ബസ്സിലാ വരുന്നല്ലേ പറഞ്ഞത്? 3 മണിക്ക് പുറപ്പെട്ട ഒരു പ്രൈവറ്റ് ബസ്. എത്താറാവുന്നേ ഉള്ളൂ. ട്രൈ ചെയ്യുമ്പോഴെല്ലാം മൊബൈൽ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അത് ഈ ലൈൻ കൺജഷൻ വരുമ്പോ ചില റെക്കോർഡഡ് വോയിസ് വരും. ഈ നമ്പർ നിലവിലില്ല, ഇതിന്റെ ഉടമസ്ഥൻ രാജ്യത്തിന് പുറത്താണെന്നൊക്കെ. ചാർജ് കാണില്ല. എത്തിയാൽ നമ്മൾ രണ്ടിലൊരാളെ വിളിക്കാതിരിക്കില്ല. വൈകുന്നേരത്തെ പ്രസ് മീറ്റിന്റെ കാര്യമായിട്ട് ഞാനൊന്ന് പുറത്തു പോകും. മൊബൈലിൽ കിട്ടും. ശരി, ഓക്കെ ശിവദാസ്. ശരി. ഡോക്ടറാ എണീക്ക് മോളെ. അല്ല, ശിവദാസൻ വന്നില്ലേ? ഇല്ല, മൂപ്പരും ബാലേന്ദ്ര സാർ ഇങ്ങോട്ട് എത്തുന്നാ പറഞ്ഞേ. ഒരു കാര്യം ചെയ്യും, ആലിക്കോ ലോബിലേക്ക് ഇരുന്നോളൂ. ഇവിടെ നിന്നോളാം. ഹായ് ഫാത്തിമ, ആളാകെ സ്മാർട്ടായിട്ടുണ്ടല്ലോ. ഡോക്ടറെ, ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ മുൻപേ എന്റെ തല മുട്ടയടിക്കില്ലേ? ആ, പക്ഷെ ഇതിൽ നല്ല സ്റ്റൈലും മുടിയും വരില്ലേ? മൂപ്പർ എന്നെ കണ്ടിട്ട് എന്റെ മുടി കളഞ്ഞാ മതി. ആദ്യം കാണുമ്പോ മുട്ടച്ചിയായിട്ട് കാണണ്ട. ഓഹോ ശരി, നല്ല സുന്ദരി കുട്ടിയായിട്ട് ബാലേന്ദ്രനെ കാണിച്ച ശേഷം മാത്രമേ മോളുടെ മുടി എടുക്കുന്നത്. പോരെ? ഫോൺ. ജയശങ്കർ. ആ പറഞ്ഞോളൂ ജയശങ്കർ. എവിടെ തന്റെ ബാലേന്ദ്രൻ? ഉടനെ എത്തും. വന്നാൽ ഞങ്ങൾ ഒന്നിച്ച് ഹോസ്പിറ്റലിലേക്ക് വരും. ഇടുവ കുട്ടിയും ആളുകളും ഹോസ്പിറ്റലിന് പുറത്തിരിക്കുക. റിസപ്ഷനിൽ പണം അടച്ചാലേ അവരെ അഡ്മിറ്റ് ചെയ്ത് റൂമിലെത്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ലളിത അങ്ങോട്ട് അയക്കാം. പുറകെ ഞാനും ബാലേന്ദ്രനും എത്തും. ശരി, ഓക്കെ. ലളിത ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് ചെല്ലേ. ആ ആലിക്കോയും അവരും ഒക്കെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ വരുന്നവരെ അവർക്കൊരു കമ്പനി കൊടുക്കുക.
കെ ബാലചന്ദ്രൻ, വയസ്സ് 43, നാട് നീലേശ്വരം. 2006 സെപ്റ്റംബർ 19 കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ മറ്റ്23 പേർക്കൊപ്പം അയാൾ കൊല്ലപ്പെട്ടു. മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരിടത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ കുറിച്ചിരുന്നു: എനിക്കെന്റെ മരണം ഉണർച്ചയില്ലാത്ത ഉറക്കം മാത്രം. ഇനി ഞാനെന്ന യാഥാർത്ഥ്യം അവസാനിച്ചു എന്ന അറിവിന്റെ വേദനയുമായി ബാക്കിയാവുന്ന നിനക്ക് വേണ്ടിയാണ് എൻ്റെ ഈ കണ്ണീർ. അതെ, വരില്ലെന്നറിഞ്ഞിട്ടും കാത്തിരിക്കുന്നവരുടെ വേദന കഠിനമാണ്, കണ്ണീരാണ്.